So our investigators went to Pakistan, gave evidence of whatever they wanted, gave them recorded statements of witnesses. But you know what happened? Pakistan didn't went ahead. And in fact, there was this one terrorist called Zakiur Rahman Lakhvi. No country in the world will allow a terrorist who's facing a terror charge. He gave birth to a son by sitting in a prison. So when Pakistan was put in grey list, immediately the trial progressed. There was one mastermind of 2611 called Sajid Mir. He was the main brain behind of telling David Headley to change his name from Dawood to David Headley. Pakistan was denying the Indian investigators that no, Sajid Mir is dead. There was an important meeting in Germany. Pakistan came forward and said, yes, Sajid Mir is alive. നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. ഭീകരതയ്ക്കെതിരെ ദേശീയതയ്ക്കൊപ്പം നിലകൊള്ളുകയാണ് AIMIM തലവൻ അസദുദ്ദീൻ ഒവൈസി. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ ഒവൈസി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അൾജീരിയയിൽ നടത്തിയത്. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ സഖിയൂർ റഹ്മാൻ ലഖ്വി പാകിസ്ഥാന്റെ ജയിലിൽ കഴിയവേ ഒരു മകന്റെ പിതാവായി എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അസദുദ്ദീൻ ഒവൈസി. കൊല്ലപ്പെട്ടുവെന്ന് ലോകം വിശ്വസിച്ച ഒരു ഭീകരവാദി ജർമ്മനിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. സഹമുസ്ലിങ്ങളെ പോലും കാഫിറുകളായി കാണുകയും അവരെ വകവരുത്തുകയും ചെയ്യുന്ന തക്ഫീരിസത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് ഒവൈസി പറയുന്നതിലൂടെ നമ്മൾ വിചാരിക്കുന്നതിലുമൊക്കെ എത്രയോ ഭീകരമാണ് പാകിസ്ഥാൻ എന്ന് കരുതേണ്ടി വരും. പാകിസ്ഥാനെ FATF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആ തെമ്മാടി രാജ്യത്തിൻ്റെ ചിറകുകൾ അരിയണമെന്ന ആവശ്യവുമാണ് ശക്തമായി ഉയരുന്നത്. ജന ഡിബേറ്റ് വിഷയം പരിശോധിക്കുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് കേണൽ S. ഡിന്നി, മുൻ കരസേനാ ഉദ്യോഗസ്ഥനാണ്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ P. അനിൽകുമാർ എന്നിവരാണ്. ആദ്യം വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ P. അനിൽകുമാറിലേക്കാണ്. പ്രൊഫസർ അനിൽകുമാർ, ഇന്ന് ഒവൈസിയുടെ വാക്കുകൾ അങ്ങേയറ്റം മൂർച്ച, പാകിസ്ഥാനെതിരെ അതിനിശിതമായ വിമർശനം ഉയർത്തുകയാണ്. ഒപ്പം ഞെട്ടിപ്പിക്കുന്ന സംഗതികളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് ഒവൈസിയുടെ വാക്കുകളെ നമ്മൾ കാണേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരെ പുറത്താക്കിയതിന് പിന്നിൽ അന്നേ ഭാരതം ഉന്നയിച്ചതാണ്. ധാരാളം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വിദേശ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല, അന്ന് മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഭീകര സംഘടനകൾ പലതും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി പറയുകയും ചെയ്തു. ഇപ്പോൾ ഒവൈസി കൂടുതൽ ശക്തമായി നമ്മൾ ഈ വിദേശ സംഘങ്ങളെ അയച്ചപ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു സംഘത്തെ നയിക്കുകയാണ് ഒവൈസി. അദ്ദേഹം കൃത്യമായി ലോകരാഷ്ട്രങ്ങളോട് പറയുന്നു, പാകിസ്ഥാൻ, ഇപ്പോൾ സുമിത് ഗാംഗുലിയെ പോലെയുള്ള എഴുത്തുകാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് പ്രൊഡക്ഷൻ ഫാക്ടറി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഭീകരവാദത്തെ ഉണ്ടാക്കുന്നൊരു ഫാക്ടറിയാണ് പാകിസ്ഥാൻ. കാരണം ലോകത്തെയുള്ള എല്ലാ ഭീകരവാദത്തിൻ്റെയും അടിസ്ഥാനം നമ്മളിങ്ങനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഈ ഭീകരവാദികളുടെയൊക്കെ സുഖവാസ കേന്ദ്രം എന്ന് നമ്മൾ വിളിക്കുന്നത് ശരിയാണ്. കാരണം ഇവിടെ ഒവൈസി പറഞ്ഞതുപോലെ ലോകത്ത് മിക്ക രാജ്യങ്ങളും UN ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പല ഭീകരവാദികളും പാകിസ്ഥാനിൽ ഇപ്പോഴും സുഖമായി താമസിക്കുന്നു. അവരവിടെ പല പരിപാടികളിലും പങ്കെടുക്കുന്നു. നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, പാകിസ്ഥാനി പൗരന്മാരെ നഷ്ടപ്പെട്ടാലും പാകിസ്ഥാന് പ്രശ്നമല്ല. അവരാരെങ്കിലും മരിച്ചുപോയാലോ അവർ കൊല്ലപ്പെട്ടാലോ അവരുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിനോ ഒന്നും താല്പര്യമില്ലാത്ത പാകിസ്ഥാന്, പക്ഷേ ഭീകരവാദികൾ മരിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക ബഹുമതികളടക്കം നൽകി ആദരിച്ച് അവരെ പറഞ്ഞയക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ അധപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ തർക്കമുണ്ടായ സമയത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണ സമയത്ത് പാകിസ്ഥാൻ എടുത്ത നിലപാടുകളും അതിന് പാകിസ്ഥാൻ പലപ്പോഴും ഭീകരവാദികളോട് കാണിച്ചിട്ടുള്ള സമീപനങ്ങളും ഒക്കെ ഇതിന് തെളിവായി നമുക്ക് പറയാനായിട്ട് കഴിയും. ഇപ്പോൾ ഒവൈസി പറഞ്ഞിട്ടുണ്ട്, ലഖ്വി എന്ന് പറയുന്ന ഭീകരൻ ലോകം മുഴുവൻ കൊടും കുറ്റവാളി എന്ന് വിളിക്കുന്ന ഈ ഭീകരവാദി
അവിടെ സുഖവാസം നടത്തുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്ന ആ നിരീക്ഷണം ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഒരു സമയത്ത് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പല സഹായങ്ങളും ലഭിച്ചിരുന്നില്ല, അന്തർദേശീയ സഹായങ്ങൾ. ആ സമയത്ത് പാകിസ്ഥാൻ ഒരു അല്പം ഈ ഭീകരവാദത്തിന് കുടപിടിക്കുന്ന ഒരു രീതി അത് തുടരുന്നുണ്ട് എങ്കിലും അതിൻ്റെ ശക്തി ഒരല്പം കുറയുന്നുണ്ടായിരുന്നു. കാരണം പല റിപ്പോർട്ടുകളും പാകിസ്ഥാനെതിരായി വന്നു. പാകിസ്ഥാനിൽ തന്നെ പ്രധാനമന്ത്രി പലപ്പോഴും പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ചെന്ന് പറഞ്ഞു, നമ്മൾക്ക് കിട്ടിയ അമേരിക്കയിൽ ഉൾപ്പെടെ കിട്ടിയ സഹായങ്ങൾ നമ്മൾ പലപ്പോഴും വഴിതിരിച്ച് വിട്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയിൽ അവിടുത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ അവിടെ പലപ്പോഴും റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള ധനസഹായം പലപ്പോഴും ആ കൊടുത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ ഉപയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അവരവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എങ്കിലും ഈ അടുത്ത കാലത്തായി വീണ്ടും പാകിസ്ഥാൻ അതിൽ നിന്ന് ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറിയതോടുകൂടി വളരെ കൂടുതൽ ശക്തിയോടുകൂടി ഇപ്പോൾ കിട്ടുന്ന IMFൻ്റെ സഹായം അവർക്ക് ലഭിച്ചപ്പോൾ തന്നെ ഇന്ത്യ ശക്തമായി എതിർത്തതാണ്. പക്ഷേ പാകിസ്ഥാൻ ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറിയതുകൊണ്ട് പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസൊക്കെ പാലിച്ചത് കൊണ്ടാണ് തങ്ങൾ കൊടുക്കുന്നതെന്ന് IMFൻ്റെ വാദം അംഗീകരിച്ചാൽ പോലും ഇത് വളരെ വലിയ അപകടമാകുന്ന ഒരു തരത്തിൽ മാറുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് വെച്ച് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ അടുക്കുന്നതായിട്ടുള്ള ചില സൂചനകളൊക്കെ വന്നത് അത് വേറൊരു അർത്ഥത്തിലാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, തുടർച്ചയായി പാകിസ്ഥാൻ ഇപ്പോൾ ഷെയ്ഖ് ഹസീന തന്നെ ബംഗ്ലാദേശിൽ പ്രൊഫസർ പി അനിൽകുമാർ അത്തരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി ഒരു അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ അടുപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ഇന്ന് കസൂരിയുടെ വെളിപ്പെടുത്തലൂടെ പൂർണ്ണമാകുകയാണ്. അവിടെ വളരെ കൃത്യമായി ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചിടാൻ വേണ്ടി അവിടെ കളിച്ചത് മുഴുവൻ പാക് ഭീകരതയാണ്, പാകിസ്ഥാൻ ഭീകരരാണ്. അത് അന്നേ തെളിഞ്ഞതാണ്. പക്ഷേ കസൂരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ അത് ലോകം മനസ്സിലാക്കുകയാണ്, ബംഗ്ലാദേശ് പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ അങ്ങനെ അട്ടിമറിച്ച ഒരു ചരിത്രം ഇപ്പോൾ പാകിസ്ഥാൻ ഭീകരതയ്ക്കുണ്ട് എന്നത് വരികയാണ് ഈ ഘട്ടത്തിൽ. അല്ല, ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ഉയർത്തിയിട്ടുള്ള പല കാര്യങ്ങളും പല ഫാക്റ്റുകളും യാഥാർത്ഥ്യങ്ങളും ഇപ്പോൾ തെളിവോടുകൂടി പാകിസ്ഥാൻ തന്നെ അംഗീകരിക്കുകയാണ്. അപ്പം അന്ന് തന്നെ പാകിസ്ഥാൻ പറഞ്ഞതാണ് ഇതിന് പിന്നിൽ ഇന്ത്യ പറഞ്ഞതാണ് ഇതിന് പിന്നിൽ ശക്തമായ ഭീകരവാദികളുടെ ആക്രമണങ്ങളുണ്ട്, അവരുടെ ഇടപെടലുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ശക്തമാകുന്നത്. ബംഗ്ലാദേശ് പ്രശ്നം ഉണ്ടായപ്പോഴും പറഞ്ഞു വിദേശ ശക്തികളുണ്ട്, ചൈന ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, പാകിസ്ഥാൻ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, ഹസീനയെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യ ഹസീനയ്ക്ക് സഹായഹസ്തങ്ങൾ നീട്ടിയതും. കാരണം അവിടെ പലപ്പോഴും ഉന്നയിച്ച ആവശ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം ഈ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുവാനുള്ള മുന്നേറ്റങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ രൂപത്തിലൊക്കെ വന്നപ്പോൾ അവർ പലപ്പോഴും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. അധികം വൈകാതെ തന്നെ ഷെയ്ഖ് ഹസീന അപകടം മണത്തുകൊണ്ട് അവരിതൊക്കെ അംഗീകരിച്ചു. പക്ഷേ എന്നിട്ടും അവർ പറഞ്ഞ ഒരു ടൈംസിലും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഓരോന്നും ഷെയ്ഖ് ഹസീന അംഗീകരിച്ചിട്ടും അതൊന്നും മതിയാകാതെ അത് കൂടുതൽ തീവ്രവാദ സ്വഭാവമുള്ള നിലപാടിലേക്ക് പോകും. എന്തായിരുന്നു ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പിന്നിലുള്ള അജണ്ട ഇന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ പാക് ഭീകരതയിലേക്ക് വരികയാണെങ്കിൽ കേണൽ എസ് ഡിനിയോടാണ് ചോദ്യം. കേണൽ എസ് ഡിനി, ഒരുപക്ഷെ ഒരു രാജ്യവും ലോകത്തിലെ ഒരു രാജ്യവും തീവ്രവാദ കുറ്റം നേരിടുന്ന ഒരു ഭീകരനെ, സഖിയൂർ റഹ്മാൻ ലഖവിയെ പോലുള്ള ഒരു ഭീകരനെ ഒരു തരത്തിലും ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടില്ല. പക്ഷേ ഇന്ന് ഒവൈസി പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ഈ സമയത്ത് പാകിസ്ഥാനിൽ ജയിലിൽ കഴിയുന്ന സമയത്ത് അയാൾ ഒരു മകൻ്റെ പിതാവായി എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്വാതന്ത്ര്യമാണ് ആ രാജ്യം അവിടുത്തെ ഭീകരർക്ക് നൽകുന്നത് എന്നത് നമുക്ക് അതിൽ ഒട്ടും അതിശയോക്തിപ്പെടാനില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഭാരതം കുറച്ച് നാളുകളായി വളരെ കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേണൽ ഡിനി. തീർച്ചയായിട്ടും മാഡം, ആദ്യമേ തന്നെ ഒരു സൗണ്ടിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കേൾക്കുന്നതിന് കുറച്ച് ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, സാറ് പറയുന്നത് കേൾക്കാം. മാഡം, ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട ഒവൈസി അന്ന് അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ഒവൈസി പറഞ്ഞത് എന്നെ പോലെ ഒരാൾക്ക് അതൊരു അതിശയമായിട്ട് ഒരു കാര്യമല്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ എപ്പോഴും അത് പണ്ട് മുതലേ ഭീകരവാദത്തിന്റെ ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ അവര് തന്നെ ഭീകരവാദികളെ വളർത്തി അവര് തന്നെ അതിന് എല്ലാ രീതിയിലുള്ള ഫണ്ടിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് ലോകത്തുള്ള എല്ലാ സ്ഥലത്തേക്കും അവർ പറഞ്ഞു വിട്ട് അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള നോക്കും. നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം
ലോകത്ത് കണ്ട ഏറ്റവും വലിയൊരു ഭീകരവാദിയായിരുന്നു ഒസാമ ബിൻ ലാദൻ. ആ ഒസാമ ബിൻ ലാദൻ അബോട്ടാബാദ് എന്നുള്ള മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് വെറും മീറ്ററുകൾ അകലെയാണ് വർഷങ്ങളോളം കഴിഞ്ഞത്. അപ്പൊ അത് ഒരിക്കലും പാകിസ്ഥാൻ ISI അറിഞ്ഞില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ എല്ലാ രീതിയിലുള്ള ഒസാമ ബിൻ ലാദന്റെ കുടുംബ സഹിതമാണ് അവിടെ താമസിച്ചത്. പിന്നീട് US ഒരു സ്ട്രൈക്ക് ചെയ്ത സമയത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാകിസ്ഥാന്റെ ഉള്ള എല്ലാവരും അങ്ങനെ ഒസാമ ബിൻ ലാദൻ ലോകം മൊത്തം അഫ്ഗാനിസ്ഥാനിലും മറ്റു സ്ഥലത്തൊക്കെ അന്വേഷിച്ച് നടന്നത് പാകിസ്ഥാന്റെ ഉള്ളിലാണ് എന്ന് പോലും മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ ലഖ്വിയെ സംബന്ധിച്ചോളം ആ കിട്ടുന്ന ഫെസിലിറ്റീസ് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു അതിശയത്തിന്റെ കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ശ്രീ ഒവൈസി പറഞ്ഞതും ശ്രീ ഒവൈസിയെ പോലുള്ള ആളുകളെ നമ്മൾ പുറത്തേക്ക് അയക്കുന്നതിന്റെ ഒരു ലക്ഷ്യം കൂടിയാണ് ഇതിൽ പുറത്തു വരുന്നത്. ലക്ഷ്യം 3 ആയിരുന്നു പ്രൈമറി ആയിട്ടുള്ളത്. ഒന്ന്, പാകിസ്ഥാൻ പറയുന്ന നുണപ്രചരണങ്ങൾക്ക് മറുപടി ആയിട്ടും സത്യം എന്താണെന്ന് ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ആദ്യത്തേത്. അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് ഇന്ത്യ പാകിസ്ഥാൻ കശ്മീർ ഇഷ്യൂ അല്ല ഭാരതവും ഇപ്പൊ നടത്തുന്നത്, അതൊരു ഭീകരവാദ പ്രശ്നമാണ് എന്ന് ലോകത്തെ മൊത്തം നമ്മൾ അറിയിക്കണമായിരുന്നു. ആ ഭീകരവാദത്തിന് അഗേൻസ്റ്റ് ആണ് ഭാരതം പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ ലോകത്തിന് അറിയിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ രാജ്യം, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ ഈ ഭാരതത്തിന് മാത്രമല്ല ലോകത്ത് തന്നെ ഒരു ചാലഞ്ചായി മാറുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. മൂന്നാമത്തേതായിട്ട് പാകിസ്ഥാന്റെ ഈ ഭീകരവാദവും ഈ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിന്റെ കാരണം കൊണ്ട് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവരെല്ലാരെയും അയച്ചിരുന്നത്. അത് ശ്രീ ഒവൈസിയെ പോലുള്ള ആളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്ന് അതാണ്ട് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് അദ്ദേഹം ഈ ലഖ്വിയുടെ ഉദാഹരണം പറഞ്ഞിട്ട് നടത്തുന്നത്. കാരണം FATF പാകിസ്ഥാൻ 2008 2009 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ 2012 തൊട്ട് 15 കാലഘട്ടം ഉണ്ടായിരുന്നു, പിന്നെ 18 തൊട്ട് 22 കാലഘട്ടത്തിൽ FATF ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അവര് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ധാരാളം കാര്യങ്ങൾ അവർ ചെയ്തേ മതിയാവുമായിരുന്നു. അങ്ങനെയാണ് ഈ ലഖ്വിയെ പോലത്തെ ആളുകളൊക്കെ ജയിലിൽ കടന്നതും ഒക്കെ നടന്നത്. കാരണം 2008 മുംബൈ ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ലഖ്വിയെ അറസ്റ്റ് ചെയ്തു ഇട്ടിരുന്നു. കാരണം പർവേസ് മുഷറഫ് അന്നൊരു ഗ്യാരണ്ടി തന്നിരുന്നു, അതായത് ഇവരെ പോലുള്ള ആളുകളെ ഇടുമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് യുണൈറ്റഡ് നേഷൻസും അമേരിക്ക പോലുള്ള രാജ്യവും ഗ്ലോബലി ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആയിട്ട് ലഖ്വിയെ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് ലഖ്വിയെ കോർട്ട് തന്നെ ബെയിൽ കൊടുക്കുകയും പിന്നീട് പുറത്ത് ഇറങ്ങി കുറച്ച് നാൾ നടക്കുക, അതായത് FATF മാറി ലഖ്വിക്ക് ബെയിൽ കിട്ടി. പിന്നീട് വീണ്ടും അറസ്റ്റായി, വീണ്ടും FATF വന്നു, FATF പോയി, ബെയിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒഫീഷ്യലി ലഖ്വി സംബന്ധിച്ചോളം ലഖ്വി ജയിലിനകത്താണ്. പക്ഷെ ലഖ്വിയെ സംബന്ധിച്ചോളം ലഖ്വി ജയിലിനകത്താണെങ്കിൽ തന്നെയും മൊബൈൽ ഫോൺ പോട്ടെ, കാറ് പോട്ടെ, ഫാമിലി ലൈഫ് പോട്ടെ, വിദേശത്ത് കറങ്ങുന്ന പോട്ടെ, എല്ലാം ഉണ്ട്. ഈ ലഖ്വിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ള 2 കാര്യമുണ്ട്. ഇത് വെറും സാധാരണ ഒരു ഭീകരവാദി അല്ല. ഇന്ത്യയിലുള്ളിൽ കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് സൂയിസൈഡ് ബോംബിംഗ് തുടങ്ങിയ വ്യക്തിയാണ് ലഖ്വി. അതായത് കാർഗിൽ ജയിച്ച സമയത്ത് ഭാരതത്തിന് ഒരു പാഠം പഠിപ്പിക്കണം, സൂയിസൈഡ് ബോംബിംഗ് എന്നുള്ള രീതിയിൽ ആളുകളെ ട്രെയിൻ ചെയ്ത് വിട്ട ആളാണ് ലഖ്വി. ലഖ്വി ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിൽ ചെച്നിയ, ബോസ്നിയ, ഇറാഖ് ഈ പ്രദേശങ്ങളിലെല്ലാം ഓപ്പറേറ്റ് ചെയ്ത ഒരാളാണ് ലഖ്വി. അപ്പൊ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഓപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ധാരാളം ഇങ്ങനത്തെ ഭീകരവാദ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള പ്ലാനിങ് നടത്തിയിട്ടുള്ള ആളാണ് ലഖ്വി. അപ്പൊ ലഖ്വിയെ സംബന്ധിച്ചോളം ലഷ്കർ-എ തോയ്ബയുടെ കോ ഫൗണ്ടർ എന്നുള്ള നിലയിലും ലഖ്വി ഫേമസ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഭീകരവാദിയാണ് ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്നത്. അപ്പൊ അത് തന്നെ അവരുടെ പാകിസ്ഥാന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. നമുക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് ഭീകരവാദികളെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടെ സൈനിക ബഹുമതിയോടെയാണ് അവർക്ക് ഫ്യൂണറൽ റൈറ്റ്സ് നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഈ ലോകത്തുള്ള വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോലും ഗ്ലോബലി ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ആ ടെററിസ്റ്റിനെ വധിച്ചു കഴിഞ്ഞിട്ട് അവിടെ സൈനികർ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേറ്റ് ഫ്യൂണറൽ കൊടുക്കുന്ന പോലെ. എന്നിട്ട് ഇന്നലെയോ മെനഞ്ഞാവുന്ന വന്നൊരു ന്യൂസും കൂടെ ഉണ്ട്. അതായത് ഈ ടെററിസ്റ്റ് നമ്മള് ബോംബിട്ട് ആ വധിച്ച ടെററിസ്റ്റിന്റെ അനിയന് പാകിസ്ഥാൻ ഗവൺമെന്റ് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അതായത് നമ്മുടെ കേരളത്തിലൊക്കെ ജോലി മാത്രമല്ല 14 കോടി രൂപയാണ്, 14 കോടി രൂപ സഹായധനം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതെ. അപ്പം ഗവൺമെന്റ് ജോബ് കൊടുക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് പറയുന്നത് പാകിസ്ഥാന്റെ മിനിസ്റ്ററാണ്.
പാകിസ്ഥാന്റെ മിനിസ്റ്റർ ഒരു ഭീകരവാദിയുടെ സഹോദരന് ഗവൺമെന്റ് ജോബ് കൊടുക്കാമെന്ന് പറയണമെങ്കിൽ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അവരുടെ സിറ്റിസണിന് കൊടുക്കുന്ന പോലെയാണ് പാകിസ്ഥാൻ അവിടുത്തെ സ്റ്റേറ്റ് അവരെ ഭീകരവാദികളെ അവരെ സിറ്റിസൺ ആയിട്ട് തന്നെ കണ്ട്, അപ്പൊ സിറ്റിസൺ ഏതാണോ ഭീകരവാദി ഏതാണോ, ഗവൺമെന്റ് ഏതാണോ ഭീകരവാദി ഏതാണോ, സൈന്യം ഏതാണോ ഭീകരവാദി ഏതാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ മാറി എന്നാണ് ശ്രീ ഒവൈസി പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ലോകത്തേക്കുള്ള നമ്മളെ മെസ്സേജും. ആ മെസ്സേജിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഡെലിഗേഷൻസ് ഒക്കെ പോയത്. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ FATF വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ പാകിസ്ഥാന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കും. അത് വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് സേനാപതി വേണു, പാകിസ്ഥാൻ എന്നത് ഒരു നിർവചനവും ഇനി വേണ്ട. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം, ഈ ആഗോള ഭീകരതയുടെ ഈറ്റില്ലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ രാജ്യം എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു, എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത് എന്നതൊക്കെ ഒവൈസിയുടെ ഈ അൾജീരിയയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ കൃത്യമാണ്. കുടുംബജീവിതം പോലും ലഖ്വിക്ക് നൽകുകയാണ്, കൊടും ഭീകരന് നൽകുകയാണ്. ഒരു കുഞ്ഞിൻ്റെ പിതാവാകുന്ന അവസ്ഥയിൽ പോലും സകല സുഖ സൗകര്യങ്ങളും ഈ ഭീകരന് നൽകുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. ഒവൈസിയുടെ വാക്കുകളെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഒവൈസിയെ ഈ ഘട്ടത്തിൽ? ഏറ്റവും ആദ്യം പറഞ്ഞ ആള് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപക്ഷെ ഇങ്ങോട്ടുള്ള ഈ എന്താ പറഞ്ഞ ഓൺലൈനിന്റെ പ്രശ്നമാണോ എന്തെന്ന് അറിയില്ല. ഏറ്റവും ആദ്യം പറഞ്ഞ വിദേശകാര്യ വിദഗ്ധന്റെ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ബഹുമാന്യായ കേണൽ ഡിന്നി സാബ് പറഞ്ഞത് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നീലിമയുടെ ശബ്ദത്തിലും ഒരു ബ്രേക്ക് വരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാം. യെസ്. നീലിമ, ഇവിടെ അസദുദ്ദീൻ ഒവൈസിയുടെ വാക്കുകളെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ഈ ഒവൈസിയോട് കോൺഗ്രസിനുള്ള എതിർപ്പ് എന്തായിരുന്നു? ഒവൈസിയോട് കോൺഗ്രസിനുള്ള എതിർപ്പ്, അദ്ദേഹം ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അദ്ദേഹത്തിന്റെ പാർട്ടി, അത് ബംഗാളിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും എന്താ പറഞ്ഞ നമ്മുടെ ഇത് ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തി മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയ അദ്ദേഹം നടത്തുന്നു എന്നത് മാത്രമാണ് കോൺഗ്രസിന് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ്. മറ്റേതെങ്കിലും ഒരു എതിർപ്പ് അസദുദ്ദീൻ ഒവൈസിയോടുമില്ല, അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന സുൽത്താൻ സദാവുദ്ദീൻ ഒവൈസിയോടുമില്ല. അപ്പോൾ ഒവൈസിയോടുള്ള ഞങ്ങളുടെ ഒരു എതിർപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ എതിർപ്പാണ്. ആ എതിർപ്പ് തുടരുകയും ചെയ്യും. അത് രാഷ്ട്രീയം മാത്രമാണ് അതിനകത്തുള്ളത്. പക്ഷെ ഇവിടെ ഇന്ന് ഒവൈസി സൂചിപ്പിച്ച ഒരു കാര്യം, അത് എത്രയോ എന്താ പറഞ്ഞ സുവ്യക്തമായ ഒരു കാര്യവും അതോടൊപ്പം തന്നെ ലോകം അറിയേണ്ടതുമായ ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വളരെ ഭംഗിയായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പൊതുവെ നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു അതൃപ്തി, ഒരു തീവ്രവാദ നിലപാടെടുക്കുന്ന വ്യക്തി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ സംശയിച്ചിരുന്നതാണ്. ഈ യുദ്ധകാലത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടിയെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പിന്തുണയ്ക്കാൻ കടന്നു വന്ന ഒരാളാണ് ശ്രീ അസദുദ്ദീൻ ഒവൈസി. ഒരുപക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചതാണോ എന്ന് ചോദിച്ചാൽ അത്ര പ്രതീക്ഷിച്ചതല്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഗവൺമെന്റിന് പിന്തുണ കൊടുത്ത ആളാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നൽകുന്ന നമ്മൾ പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പിന്തുണ ഒവൈസിയിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം വലിയ രീതിയിൽ ആ കാര്യത്തിൽ പിന്തുണ നൽകി എന്നത് സ്വാഗതാർഹമായ കാര്യം ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ സ്ഥിതിവിശേഷം ഇത് നിൽക്കുമ്പോൾ, ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഇവിടെയുണ്ട്, ബംഗ്ലാദേശ് വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആ അപകടം എന്തായെന്ന് ചോദിച്ചാൽ, അവിടെ പരിമിതമായിട്ടെങ്കിലും ശ്രീ മുഹമ്മദ് യൂനിസിന്റെ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നു. ആ ഗവൺമെന്റ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒക്കെ സംരക്ഷിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം നിവർത്തി കേടുകൊണ്ട് അവിടെ രാജിവെക്കാൻ പോകുന്ന ഒരു സാഹചര്യം, ഡിസംബറിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സമ്പൂർണമായി നിരോധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മൗദൂദി സിദ്ധാന്തത്തിന്റെ ആളുകൾ, ജമായത്തെ ഇസ്ലാമിക്കാര് ആ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായിട്ടും അട്ടിമറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കുന്നു. അങ്ങനെ ജനാധിപത്യം ബംഗ്ലാദേശിൽ നശിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതിവിശേഷം വലിയ അപകടത്തിലേക്കാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
പാകിസ്ഥാനിൽ ശ്രീ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സേനാപതി വേണു, ഇപ്പോഴാണോ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു, അവർ ഭീതിതമായ ഒരു അവസ്ഥയിലേക്കാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസിന് ഉണ്ടാകുന്നത്? എത്രയോ മാസങ്ങൾ അവിടെ ഹിന്ദു വിഭാഗത്തിനെതിരെ, ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെ വലിയ വേട്ട നടന്നു. അവിടെ ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു, ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. പക്ഷേ പലസ്തീനു വേണ്ടി കരഞ്ഞ കോൺഗ്രസിന്റെ ഒറ്റ പ്രതിനിധി പോലും ബംഗ്ലാദേശിന് വേണ്ടി, ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ വലിയ സന്തോഷം. എന്തായാലും ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികൾ കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, വേട്ടയ്ക്കെതിരെ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അതിശക്തമായി പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ നേതാക്കളാണ്, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കൾ ബംഗ്ലാദേശിലെ റിലീജിയസ് പെർസിക്യൂഷന് വിധേയരാകുന്ന ആളുകൾക്ക് അനുഭാവം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റ് ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ആദ്യം തന്നെ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ശബ്ദമുയർത്തിയത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം 50 കൊല്ലമായി സേനാപതി വേണു, അങ്ങ് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്, പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. വയനാട് MP ആയി അവർ തെരഞ്ഞെടുക്കപ്പെടുന്നതിനും വളരെ മുമ്പെയാണ് ബംഗ്ലാദേശിലൊക്കെ ഈ പ്രശ്നം നടക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ഇക്കാര്യത്തിൽ അവിടുത്തെ ഹൈന്ദവ വേട്ടയെ അവരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ ഒരു തരത്തിലും തയ്യാറായില്ല. അവിടുത്തെ യൂനുസിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യം കണ്ടത്. എത്രയോ മുറവിളിയുണ്ടായി ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയെ രക്ഷിക്കാൻ വേണ്ടി. എത്രയോ ഇസ്കോൺ സന്യാസിമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പോലും അതിന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തയ്യാറായില്ല. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങേക്ക് ഇക്കാര്യത്തിൽ ഒരു സേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട്? ഇപ്പോൾ ബംഗ്ലാദേശിൽ അങ്ങേയറ്റം ഒരു തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയ്ക്കും ഇടമില്ല എന്ന് ലോകം തന്നെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ഒരു എതിർ ശബ്ദം ഈ ചർച്ചയിലെങ്കിലും ഉയർന്നു വരുന്നത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് അത്തരത്തിലുള്ള ഒരു സെന്റിമെന്റ് ഓപ്പൺലി പങ്കുവച്ചിട്ടില്ല. പക്ഷെ പൊതുവെ കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദിശ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ത് ചെയ്താലും എതിർക്കുക എന്നുള്ള ഒരു വല്ലാത്ത അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ അന്ന് ഞാനും സേനാപതി വേണുജിയും കൂടെ ഒക്കെ ഇരുന്നാണ് അതേ ചർച്ചയിൽ. പക്ഷെ അന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ ബംഗ്ലാദേശിനെ എതിർത്താണ് സംസാരിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അവിടെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ബാധിക്കുകയും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസും അത്തരത്തിലൊരു ഓപ്പൺ വോയിസ് അതിൽ എടുത്തിട്ടില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പോ ഞാനൊരു ന്യൂസ് പറയാം. ജനുവരി 17-ാം തീയതി 2025 അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് അതെന്താന്ന് വെച്ചാല്, പാകിസ്ഥാൻ പുൾസ് ക്ലോസ് ടു പോസ്റ്റ് ഹസീന ബാംഗ്ലാദേശ് അമിഡ് ഷെയർഡ് ഇന്ത്യ കൺസേൺസ്. അതായത് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ആർമി ചീഫും കമറുൽ ഹസൻ, അതുപോലെ പാകിസ്ഥാന്റെ ആസിം മുനീർ, ഈ ഫീൽഡ് മാർഷലാണല്ലോ അയാൾ, ഈ രണ്ടുപേരും തമ്മിൽ ജനുവരി 17-ാം തീയതി 2025 മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്തതിന്റെ ചർച്ച എന്താണ്? അവരുടെ ഷെയർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ആന്റി ഇന്ത്യ ഷെയർഡ് കൺസേൺസ് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ സുവ്യക്തമാണ് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷം ആദ്യമൊക്കെ നടമാടിയ ഹിന്ദു വേട്ടയ്ക്ക് പിന്നിൽ മറ്റാരുമല്ല പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ എന്താണ് കോൺഗ്രസിന്? സത്യം പറഞ്ഞാൽ ചില പിള്ളേരുണ്ട് പരീക്ഷ അടുത്ത് വരുമ്പോൾ ഉഴപ്പുന്ന പിള്ളേർ. എനിക്ക് ജയിക്കണ്ട, എന്നെ ആരും നന്നാക്കാൻ നോക്കണ്ട, എന്നെ തല്ലണ്ട അമ്മാവ എന്നൊക്കെ പറയുന്ന പിള്ളേരെ പോലെയാണ് കോൺഗ്രസ് പെരുമാറുന്നത്. രാജ്യം അതിഭീകരമായ ഒരു ആക്രമണം നേരിട്ടു പഹൽഗാമിൽ. ഒരുപാട് ആളുകൾ, 28ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ ഹിന്ദുക്കളാണ് കൂടുതലും, അല്ലാത്ത ഒരു ക്രിസ്ത്യൻ സഹോദരനുണ്ട്, അതുപോലെ നേപ്പാളിയുണ്ട്. അവരുടെ രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടോ മറ്റൊന്നും ചോദിച്ചിട്ടില്ല, മതം എന്താണെന്നാണ്. കലീമ ചൊല്ലാൻ പറഞ്ഞിട്ട്, അത് വളരെ സുവ്യക്തമായ കാര്യമാണ്. കലീമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ടാണ് ആ ഭീകരാക്രമണം നടന്നത്. അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ ഇന്ന് വരെ കോൺഗ്രസിന് അപലപിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് അതിന്റെ റൈറ്റ് സ്പിരിറ്റ്? അതായത് ഈ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഒരു ആന്റി ഹിന്ദു, ആന്റി ഇന്ത്യൻ നാരറ്റീവ് കൊണ്ടുവരികയാണ്. അപ്പോൾ ടെററിസ്റ്റ് വന്ന് ആക്രമിക്കുമ്പോൾ അപ്പോഴും ഈ കോൺഗ്രസ് ചോദിക്കുന്നത് പിന്നെ മോദിയുടെ അടുത്ത് പിഴവുണ്ട്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റിനെ വിമർശിക്കുക എന്നതിലുപരി രാജ്യ താല്പര്യത്തെ മൊത്തം മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു തോന്നുകയാണ് ഇപ്പോൾ. ഓഫ് കോഴ്സ് സേനാപതി വേണു ഇവിടെ ഉണ്ട്, നമ്മുടെ മലയാളിയായ അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ ബംഗ്ലാദേശിനെതിരെ വളരെ ശക്തമായിട്ട് സംസാരിച്ച ആളാണ്, ഞാൻ കേട്ടതുമാണ്. പക്ഷെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എന്തുകൊണ്ട് അത് അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ പറയുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം അവർ പരീക്ഷ തോൽക്കാൻ വേണ്ടിയാണ്. അതായത് ഇനി ഒരിക്കലും
കോൺഗ്രസിനെ ഇവിടുത്തെ ജനസാമാന്യം മുഖവിലക്കെടുക്കുകയില്ല. പ്രധാനമായിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയ്ക്കും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനിടയ്ക്കും വളരെ ശക്തമായിട്ട് ഒരു ആന്റി കോൺഗ്രസ് ഫീലിംഗ് കൊണ്ടുവരാൻ ഉള്ള ഒരു കാരണമായിട്ട് ഇതൊക്കെ മാറുന്നുണ്ട്. കാരണം ഞാൻ പലപ്പോഴും സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു തരത്തിലും രാജ്യസ്നേഹപരമായി പറഞ്ഞാൽ പോലും അത് BJPക്ക് അനുകൂലമായി പോകുമോ എന്ന് സംശയിക്കുന്ന ഒരു പാർട്ടിയെ കോൺഗ്രസ് മാറിയിരിക്കുക. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ പോലും അത് BJPയുടെ മുദ്രാവാക്യമാണ് തെറ്റിദ്ധരിക്കുന്ന അത്രയും മോറലി കോൺഗ്രസ് ഒരു ആന്റി ഇന്ത്യൻ സ്പിരിറ്റ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് സംശയിച്ചു പോവുകയാണ്. സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഡെലിഗേറ്റ്സിന്റെ ഈ യാത്രയിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരായിരുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയല്ലേ അത് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അദ്ദേഹത്തിന്റെ ആ ഈഗോ അവിടെ വർക്ക് ചെയ്യണം. അതായത് ഇത് മോദിക്ക് അനുകൂലമാവുമല്ലോ, മോദി ചെയ്ത ഈ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ അകത്ത് കയറി ചെന്ന് നടത്തിയ ഈ സ്ട്രൈക്ക് മോദിക്ക് വീണ്ടും മാർക്കായിട്ട് ഇതിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സങ്കുചിത രാഷ്ട്രീയം മാത്രമാണ്. അപ്പൊ സത്യത്തിൽ അത് ഖാർഗെയെ തെരഞ്ഞെടുത്തത് കേവലം ഒരു കുടുംബ തീരുമാനമായിരുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ്. ഖാർഗെയ്ക്ക് പകരം ശശി തരൂർ ആയിരുന്നെങ്കിലോ സ്ഥിതിഗതി അങ്ങനെ ആവുകയില്ലായിരുന്നു. കാരണം ശശി തരൂർ വിദ്യാസമ്പന്നനാണ്, ലോകം കണ്ടയാളാണ്. മാത്രമല്ല രാജ്യ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. ശശി തരൂർ മോദിയെ സ്തുതിക്കുകയല്ല ചെയ്തത്. ശശി തരൂർ പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നടപടി തീർത്തും ശരിയാണ്. നാം പലതവണ ശാന്തി ദൂത് പോയതാണ്, നമുക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല, ഇത് അൺഎൻഡിങ് പ്രോസസ് ആണ്. ഇന്ത്യയുടെ ഒരു പൗരന്റെയും ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. അവിടെ ജാതിയോ മതമോ അല്ല നമ്മൾ പറയുന്നത്, ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ എന്നുള്ള അല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭാരതത്തിൽ ഒരു പൗരന്റെയും ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവരുത് ടെററിസ്റ്റ് ആക്ട്. ലോകം മുഴുവൻ UN-ന്റെ ഒക്കെ നേതൃത്വത്തിൽ പല പ്രമേയങ്ങൾ അവതരിപ്പിച്ചാണ് ആന്റി ടെററിസത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് അനുസരിക്കാത്ത രണ്ട് രാജ്യങ്ങളായിട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും മാറുകയാണ്. പാകിസ്ഥാൻ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. എത്ര തവണ അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ പോയ ഡെലിഗേറ്റ്സിലെ ഒവൈസി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് 26/11 ശേഷം ലോക രാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനോട് ഈ പ്രഷറൈസ് ചെയ്തു, നടപടിയെടുക്കണം. അതിൽ പ്രധാനപ്പെട്ട സാജിദ് മിർ എന്ന് പറയുന്ന തീവ്രവാദി, വളരെ ഭീകരവാദി, അവൻ മരിച്ചു, അവൻ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ പ്രഷർ വന്നപ്പോൾ അതേ രാജ്യം യാതൊരു ഉളുപ്പും മര്യാദയും ഇല്ലാതെ തിരുത്തി പറഞ്ഞു അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ജയിലിലാണെന്ന്. കേവലം 5 വർഷമാണ് അയാളെ ജയിലിലിട്ടത്. അയാളെയും അനുയായികളെയും ജയിലിലിട്ടത് എന്ത് കാരണം പറഞ്ഞിട്ടാണ്? ടെററിസത്തിനെതിരായിട്ടല്ല, മണി ലോണ്ടറിങ് കേസിലാണ് ജയിലിലിട്ടത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയ്ക്ക് നെറികെട്ട, യാതൊരു ലോകമര്യാദയും ഇല്ലാത്ത, യാതൊരു സാമാന്യ മര്യാദയും ഇല്ലാത്ത ഒരു തെമ്മാടി രാഷ്ട്രത്തിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ചിന്ത കൊണ്ടെങ്കിലും ഭാരതത്തിലെ പ്രതിപക്ഷം ഈ ഒരു വല്ലാത്ത സങ്കീർണ ഘട്ടത്തിലെങ്കിലും രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഞാനടക്കമുള്ള എല്ലാവരും കരുതിയത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിക്ക് വളരെ വിരുദ്ധാഭിപ്രായമാണ് ആ കാര്യത്തിലുള്ളത്. മോദി ഇതിൽ സ്കോർ ചെയ്യുമെന്നുള്ള പേടി മാത്രമാണ്. ഇതെന്തൊരു എത്ര നികൃഷ്ടമായ, എത്ര സങ്കുചിതമായ ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ്. നോക്കൂ, നമ്മളെല്ലാം ചിന്തിച്ചു ഒവൈസി വളരെ ടെററിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്ന്. പക്ഷെ നോക്കൂ, അദ്ദേഹം രാജ്യത്തിനെതിരെ ഒരു വെല്ലുവിളി വന്നപ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളുടെ സീമകളെയും ലംഘിച്ചുകൊണ്ട് വളരെ ഉന്നതമായ സാംസ്കാരിക ഔന്നത്യം കാണിച്ചുകൊണ്ട് രാജ്യ താല്പര്യത്തിന് വേണ്ടി ലോകം മുഴുവൻ, വിശേഷിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ, സൗദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഞാനിപ്പോ വായിച്ചത്. എന്തൊരു അത്ഭുതകരമായ പ്രസംഗം, എന്തൊരു വാഗ്ധോരണി. ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം അറിയാനും കൂടി ഇത് കാരണമായി. അപ്പൊ ഞാൻ പറയുന്നത്, മോദി ഒരു മാഗ്നറ്റ് ആണ്. മോദി ശരിയായ അയൺ പീസസിനെ പ്രതിപക്ഷത്തു നിന്ന് പോലും ആകർഷിച്ചു കൊണ്ടുവരാൻ ശക്തിയുള്ളവനാണെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ശശി തരൂരിന് കോൺഗ്രസിൽ എന്തായിരുന്നു വില? ശശി തരൂർ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ അനഭിമതനായത്? ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് മോദിയുടെ നല്ല കാര്യങ്ങളെ അനുമോദിക്കുന്നത് പോലും കോൺഗ്രസിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു അമ്മായിയമ്മ നയമാണ് അവർ ഖാർഗെയും സോണിയ, രാഹുൽ ടീമും കാഴ്ചവെക്കുന്നത്. അപ്പോ ശശി തരൂരിനെ പോലെ ഒരു ഇത്രയും ലോകപരിചയമുള്ള ഒരു ലോക പൗരൻ, ഒരു വിശ്വ പൗരനെ ശരിയായ ധർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ഏറ്റവും ഉത്തമമായ കാര്യമാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തത്. അത് ചെയ്യുമ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് പറയുക, ചെയ്യുന്നില്ല. ശശി തരൂരിനെതിരെയുള്ള എല്ലാ വാർത്തകളും പുറത്തുവിടാനും ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ടാനിഷ് ചെയ്യാനുള്ള ഒരു അവസരമായി കോൺഗ്രസ് ഇതെടുക്കുന്നു. സത്യത്തിൽ കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശരിയാണ്, പരീക്ഷ ഒരു കാരണവശാലും ജയിക്കണ്ട എന്ന് കരുതി ഉഴപ്പുന്ന കുട്ടിയെ പോലെ ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ യാതൊരു ധാർമ്മികതയും പാലിക്കാനില്ലാതെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, യെസ്. ശ്രീ സേനാപതി വേണു, അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു വെച്ച ആ പോയിന്റിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഒന്ന്, ഈ പ്രതിനിധി സംഘത്തെ നയിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ്.
പക്ഷേ അതുണ്ടായില്ല. അതൊന്ന്, അത് കൃത്യമായ ഒരു ഈഗോ, വളരെ കൃത്യമായ ഒരു ഈഗോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം. രണ്ടാമത്തെ കാര്യം, ഈ വിദേശ പ്രതിനിധികളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ സമീപിക്കുമ്പോൾ ആ ലിസ്റ്റിൽ ശശി തരൂർ ഇല്ല. ഇതിൽ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കാൻ ഏറ്റവും കഴിവും പ്രാപ്തിയും അനുഭവ സമ്പത്തുമുള്ളത് ശശി തരൂരിനായിരുന്നു. പക്ഷേ ശശി തരൂരിൻ്റെ പേര് അവിടെ ഇടം പിടിച്ചില്ല. പകരം ഗൗരവ് ഗൊഗോയെ പോലുള്ള ആളുകളുടെ പേര്, അങ്ങേയറ്റം ചില അപവാദ കഥകളൊക്കെ ഗൗരവ് ഗൊഗോയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചുമൊക്കെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ശശി തരൂരിനെ പോലെ അനുഭവ സമ്പത്തും പ്രാപ്തിയും ഭാഷാ വൈദഗ്ധ്യവുമുള്ള ഒരാളെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത്. അതെന്തുകൊണ്ടായിരുന്നു ശ്രീ സേനാപതി വേണു? അത് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു നടപടിയെടുത്ത ആളുകൾക്ക് പോലും കുറ്റബോധം തോന്നേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. നീലിമ, ഞങ്ങളുടെ നേതാവ് ശശി തരൂരിനെ കുറിച്ച് ശ്രീ ഗുരുമൂർത്തി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഗുരുമൂർത്തിയോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് ഇപ്പോൾ വിശേഷിപ്പിച്ച വിശ്വപൗരൻ, ഇത്രയും കഴിവും പ്രാപ്തനുമായ ആള് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എത്രയും നിന്ദ്യവും നീചവുമായ രാഷ്ട്രീയ പ്രചരണങ്ങളും വ്യക്തി ഹത്യയും എല്ലാം നടത്തുന്നതിന് ഏറ്റവും മുന്നിൽ നിന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി BJP ആണ് എന്ന് ഞാൻ എല്ലാ ആദരവും ശ്രീ ഗുരുമൂർത്തിയെ നിലനിർത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, ശ്രീ ഗുരുമൂർത്തി, ശശി തരൂര് ഈ സംഘത്തിൽ ഉൾപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തതുകൊണ്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തെ 3ാമത് വട്ടം വിജയിപ്പിച്ചതുകൊണ്ടും പാർലമെന്റിൽ അദ്ദേഹം MP ആയതുകൊണ്ടുമാണ് അദ്ദേഹം ഈ സംഘത്തിൽ ഉൾപ്പെട്ടത്. നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന എംപിമാരല്ല വിദേശത്തേക്ക് പോകുന്ന സംഘത്തിൽ പ്രഗത്ഭനായതുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വപൗരനായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കഴിവുകളുള്ള ആളായതുകൊണ്ട് ശശി തരൂരിനെ നിങ്ങൾ ആ സംഘത്തിൽ എടുക്കത്തില്ല. അപ്പൊ ശശി തരൂരിനെ സംഘത്തിൽ എടുക്കാനുള്ള കാരണം എന്താ? ശശി തരൂർ നീലിമ, എന്നെ പറയാൻ അനുവദിക്കൂ. മുരളീധരനും ആ സംഘത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നീലിമ, എന്നെ ഒന്ന് പറയാൻ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് ഒന്ന് പൂർണ്ണമായിട്ട്. ഇനി 92-ലെ ഒരു പ്രീസിഡന്റ് 94-ലെ ഒരു പ്രീസിഡന്റ് നമ്മുടെ രാജ്യത്തുണ്ട്. അന്ന് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാൻ പോകുമ്പോൾ ശ്രീ വാജ്പേയി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവിനെ ഐക്യരാഷ്ട്രസഭയിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് വിട്ടു. അയൽക്കാര് എന്ന് പറഞ്ഞാൽ അയൽ രാഷ്ട്രക്കാരൻ അവൻ ഞെട്ടിപ്പോയി. കാരണം എന്താ? ഭരിക്കുന്ന കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായ വാജ്പേയിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് വിട്ടത്. ഞാൻ ചോദിക്കുന്നു ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷ നേതാവ് ഈ സംഘത്തെ നയിക്കുവാൻ അതിൽ ഉൾപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞില്ല. അവർ പറഞ്ഞതെന്താണ്? നിങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങളുടെ പേര് തരിക. ഇനി ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നു, ഇത്രയും ബഹുമാനം നിങ്ങൾക്ക് കോൺഗ്രസിനോടുണ്ട് എങ്കിൽ, ശശി തരൂരിനോടുണ്ട് എങ്കിൽ, നിങ്ങൾ ഒരു കാഷ്വൽ ആയിട്ടൊരു ചർച്ചയിൽ പറയണമല്ലോ, ആ സംഘത്തിൽ ശശി തരൂരിന്റെ കൂടി പേര് ഉൾപ്പെടുത്തണം. കാരണം അദ്ദേഹം പ്രഗത്ഭനാണ്. നിങ്ങൾ 4 ആളുകളുടെ പേരാണ് ചോദിച്ചത്. 4 ആളുകളുടെ പേര് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്ന നിലയിൽ ഞങ്ങൾ 1, 2, 3, 4 എന്ന ആളുകളുടെ പേര് കൊടുക്കും. നിങ്ങള് തിരുവനന്തപുരത്ത് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഒരു കഴിവും. ശ്രീ സേനാപതി വേണു, ആ കോൺഗ്രസ് കൊടുത്ത അംഗങ്ങളെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. ഒന്ന് ഞാൻ പറഞ്ഞ ഗൗരവ് ഗൊഗോയ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എത്രത്തോളം സീരിയസ് ആണ്, എത്രത്തോളം പാകിസ്ഥാനോട് അനുഭാവം പുലർത്തുന്ന ആളുകളെ ഈ ലിസ്റ്റിൽ കുത്തിത്തിരുകാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നിഷേധിക്കേണ്ട. ഒന്ന് ഗൗരവ് ഗൊഗോയ്, അദ്ദേഹം 15 ദിവസം പാകിസ്ഥാനിൽ പോയി താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ പാക് NGOയുടെ ജീവനക്കാരിയായിരുന്നു. അവിടെ പാക് മിലിറ്ററി ഉദ്യോഗസ്ഥരുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ് ഈ ഗൊഗോയുടെ ഭാര്യ എന്ന് പറയുന്നത്. മറ്റൊന്ന് കർണാടകയിൽ നിന്നുള്ള ഒരു MP ആയിരുന്നു.
അവിടെ രാജ്യസഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയതാണ് വിധാൻ സൗധയിൽ. അതിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. മറ്റൊരാൾ ഖാലിസ്ഥാൻ വിഘടനവാദി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളായിരുന്നു. അങ്ങനെ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് തീർത്തും ഭാരത വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുന്ന, ശത്രു രാജ്യത്തോട് വളരെയധികം സ്നേഹം പുലർത്തുന്ന ചില ആളുകളുടെ ലിസ്റ്റുകളാണ് നിങ്ങൾ കൊടുത്തത്. അതൊക്കെ പുറത്തു വന്നതാണ് ശ്രീ സേനാപതി വേണു. ഞാൻ നീലിമ അത് പൂർണ്ണമായിട്ടും എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും നീലിമ പറഞ്ഞ സംഭവം അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിനീതമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നു, ഇന്നത്തെ BJP ആണ് പഴയ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുടെ നേതാവ് മൊറാർജി ദേശായിക്കാണ് ഇന്ത്യക്കാരനായ ഒരു മനുഷ്യന് പാകിസ്ഥാന്റെ പരമോന്നതമായ പദവി, എന്താ അതിന്റെ പേര്, നിഷാനെ ആദ്മിയോ ഏതാണ്ട് പദവി കൊടുത്തിരിക്കുന്നത്. അത് പഴയ ജനതാ പാർട്ടിക്കാരൻ. ആ ജനതാ പാർട്ടിയിൽ നിന്നാണല്ലോ ഈ BJP ഒക്കെ രൂപപ്പെട്ടത്. എന്താ പറഞ്ഞേ, പാകിസ്ഥാന്റെ രൂപീകരണം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ വിഭജനത്തിന് നേതൃത്വം കൊടുത്തയാള്, ആ വിഭജനത്തിന് നേതൃത്വം കൊടുത്തയാളുടെ ഖബറിൽ പോയി അദ്ദേഹം മതേതരവാദിയാണ് എന്ന് പ്രസംഗിച്ചത് BJPയുടെ നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയാണ്. ഞങ്ങളാരുമല്ല ആ രീതിയിലുള്ള പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടുള്ളത്. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവർത്തികളും ഒക്കെ നടത്തുന്ന ആളുകൾ ഇപ്പൊ രാഹുൽ ഗാന്ധി ഇതിനകത്ത് പോകുന്നില്ല. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി വന്നേനെ. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ, വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. രാജ്യം ഇത്ര വലിയ ഒരു അപകടസന്ധി നേരിടുമ്പോൾ ഞാൻ മുന്നിട്ടിറങ്ങി വരാം, ചർച്ചയാക്കാം, പ്രതിനിധി സംഘത്തെ ഞാൻ നയിക്കാം എന്ന് പറയാനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? മകളുടെ കല്യാണത്തിന് പോകുന്നതും വിരുന്നിൽ സേനാപതി വേണോ, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് എന്തായാലും ഇക്കാര്യത്തിൽ ന്യായീകരണം മാത്രമേ അങ്ങയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയുള്ളൂ. കേണൽ എസ് ഡിന്നിയിലേക്ക് പോവുകയാണ്. കേണൽ ഡിന്നി, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ്. ശശി തരൂരിൻ്റെ വിഷയം വരുമ്പോൾ കോൺഗ്രസ് ശശി തരൂരിനെ വളർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലൊരു വാദം മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ ശശി തരൂരിനെ ഈ പ്രതിനിധി സംഘത്തിലേക്ക് അയക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് രാഹുലൊക്കെ എത്രത്തോളം ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ശശി തരൂർ ഇങ്ങനെ രാജ്യത്തിന്റെ ഒരു അഭിമാനമായി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? നോക്കൂ, ശശി തരൂരിനെ കോൺഗ്രസ് വളർത്തി എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം ശശി തരൂർ എന്ന വ്യക്തി, അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ അണ്ടർ സെക്രട്ടറി ആയിട്ടൊക്കെ നിന്ന് ധാരാളം ലോകത്തിലുള്ള എല്ലാവരെയും അറിഞ്ഞ് ആ രീതിയിൽ വന്നുകൊണ്ടാണല്ലോ കോൺഗ്രസ് അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും അദ്ദേഹം അവിടെ ജയിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ശശി തരൂരിനെ കോൺഗ്രസ് ആണ് വളർത്തി എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ശശി തരൂരിന്റെ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം വിദേശകാര്യ രംഗത്ത് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് നമ്മളെ ഈ വിദേശത്ത് പോയിട്ടുള്ള, അത് ശ്രീ ശശി തരൂർ ആയാലും ശരി, ശ്രീ ജോൺ ബ്രിട്ടാസ് ആയാലും ശരി, ശ്രീ ഒവൈസി ആയാലും ശരി, ശ്രീ സുപ്രിയ സുലെ ആയാലും ശരി, ശ്രീ കന്നിമൊഴി ആയാലും ശരി, ഇവരെല്ലാവരും പുറത്തു പോയിട്ട് സംസാരിക്കുന്ന ഭാഷ, ആ ഭാഷ തന്നെയാണ് ആക്ച്വലി പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഉള്ളിലും സംസാരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോഴും നമ്മളൊരു ക്രൈസിസിലേക്ക് പുറത്തേക്ക് പോയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ രീതിയിൽ ഇന്നലെയാണ് നമ്മൾ 5-6 സംസ്ഥാനത്തിൽ ബ്ലാക്ക് ഔട്ട് ഡ്രിൽസ് അല്ലെങ്കിൽ എമർജൻസി ഡ്രിൽസ്, സിവിൽ ഡിഫൻസ് ആക്ഷൻസ് ഒക്കെ നമ്മൾ ഇന്നലെയും ക്യാരി ഔട്ട്. അതിന്റെ അർത്ഥം എന്താണ്? എന്തും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാന്നുള്ള ഒരു കാര്യം ഇപ്പോഴും ഉണ്ട്. പ്രധാനമന്ത്രി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല. രക്ഷാമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അവരെന്തും എപ്പോ വേണമെങ്കിലും ചെയ്യാം, ഒരു കാര്യത്തിലും മടിയില്ലാത്ത ആളുകളാണ്. അപ്പൊ അവർ നമ്മൾ ആ കരുതലോടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ നല്ല രീതിയിലല്ല. കാരണം ഒന്ന് മനസ്സിലാക്കുക, ഇപ്പം ഡോക്ടർ ശശി തരൂരിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മളെല്ലാവരും നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയതായിട്ട് നമ്മൾ കാണുന്ന ഏതാണ്? പാർലമെന്റ് ആണ്. ആ പാർലമെന്റിൽ ഓരോ കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ഇപ്പൊ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അദ്ദേഹം ഇപ്പം നാഷണൽ ഹൈവേയുടെ ആ ഒരു ദുരന്തത്തിൽ വന്ന് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അതിനെ എങ്ങനെയാണ് അതിനെ പരിഗണിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും എല്ലാ പാർട്ടിയുടെ മെമ്പേഴ്സും ആ കമ്മിറ്റിയിൽ ഇരുന്ന് എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കൊടുത്തതെന്നൊക്കെ ഉള്ള നമ്മൾ മുമ്പിൽ പറഞ്ഞ് അത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ രീതിയിൽ പോകുന്നത്.
അതേപോലെ ഒരു കമ്മിറ്റി, എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യത്തിന്റെ കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ ശശി തരൂർ. ആ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് കോൺഗ്രസിന്റെ തന്നെയാണ്. നല്ലത് ഗവൺമെന്റ് അല്ലല്ലോ പറഞ്ഞത് ഡോക്ടർ ശശി തരൂരിനെ അതിന്റെ ചെയർമാൻ ആക്കണമെന്ന്. അപ്പം ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഭാരതത്തിൽ നിന്ന് MP-മാരുടെ ഒരു ഡെലിഗേഷൻ, പാർലമെന്റേറിയൻസിന്റെ ഡെലിഗേഷൻ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ ശശി തരൂർ, കോൺഗ്രസ് നോമിനേറ്റ് ചെയ്ത ഡോക്ടർ ശശി തരൂർ എന്ത് അടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ചെയ്യാതിരുന്നത് കോൺഗ്രസ് എന്നുള്ള എന്റെ ഫസ്റ്റ് ചോദ്യം. അപ്പൊ അവിടെ ഒരു ഈഗോ പ്രോബ്ലം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അതിന് മുൻപ് തന്നെ പല കാര്യങ്ങളും ഡോക്ടർ ശശി തരൂർ ചെയ്തിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാം നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീ മനീഷ് തിവാരി, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സ്ട്രാറ്റജിക് അഫയേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, എഴുതുന്ന ആളാണ്, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വന്നില്ല? എന്തുകൊണ്ട് ആനന്ദ് ശർമ്മയുടെ പേര് വന്നു, പിന്നീട് അദ്ദേഹത്തിന് സെലക്ട് ചെയ്തു. സൽമാൻ ഖുർഷീദ്, വേറെ ശശി തരൂരിന്റെ ഒക്കെ പേര് വിട്ടേക്കു. ശ്രീ സൽമാൻ ഖുർഷീദ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായി പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പേര് പോലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നൽകാതിരുന്നത്? ഇപ്പൊ ശശി തരൂരിന്റെ കാര്യം ശ്രീ വേണു പറഞ്ഞ പോലെ ഓക്കെ, ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെന്ന്. ശ്രീ സൽമാൻ ഖുർഷീദിന്റെ പേര് എന്തുകൊണ്ട് തന്നില്ല? ഒരു മുൻ വിദേശകാര്യ മന്ത്രി, കോൺഗ്രസ് പാർട്ടിയുടെ അദ്ദേഹമായിട്ട് BJPക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് തന്നില്ല? കാരണം ഇവരെല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്നതും നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്ന ആളുകളാണ്. ഈവൻ ആനന്ദ് ശർമ്മ ആയാലും ശരി. അതുകൊണ്ടാണല്ലോ ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകളൊക്കെ പുറത്തുപോയത്. എന്തുകൊണ്ടാണ് കപിൽ സിബൽ പുറത്തുപോയത്? അപ്പൊ ഈ ആളുകൾ, ഇപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ, ഇവരെല്ലാവരും പുറത്തു പോയിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വ്യക്തിത്വമുള്ളവരും അവർക്ക് നിലപാടുകൾ ഉള്ളത് കൊണ്ടും അവർ പലപ്പോഴും ഒരു ഫാമിലി പറയുന്ന കാര്യങ്ങളിൽ ഒതുങ്ങാൻ പറ്റാത്തതുകൊണ്ടും അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിട്ടാണ് പലപ്പോഴും അവർക്ക് പുറത്തു പോകേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് കാരണമാണ് 4 പേരുകൾ വേണം എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോൾ അഫ്കോഴ്സ് ഒരു ഇൻഫോർമൽ ചർച്ച നടന്നിട്ടുണ്ട്. അപ്പൊ ഇൻഫോർമൽ ചർച്ച നടന്നിട്ടില്ലെന്നല്ല, അതൊരു പാർലമെന്റിന്റെ കാര്യമല്ല, അതൊരു പാർലമെന്ററി ഫംഗ്ഷനിങ് ആണ്. ഒരു പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹം വിളിച്ച് ഓരോ പാർട്ടിയുടെ ആളുകളെയും വിളിച്ച് ധാരാളം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് ചെയ്തപ്പം ഞാൻ പറഞ്ഞ ഈ പേരുകൾ ശശി തരൂർ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷീദ്, ഇവർ ആരുടെയും പേര് തരാതെ മറ്റുള്ളവരുടെ പേര് കൊടുക്കാനുള്ള ലോജിക് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അത് ഈഗോ പ്രോബ്ലം മാത്രമാണ് നമ്മൾ കാണേണ്ടുള്ളത്. പക്ഷേ എനിവേ ആ ഈഗോ പ്രോബ്ലത്തിനെ മാറ്റിവെക്കുക. ഞാനിപ്പം നോക്കുന്നത്, ഇപ്പം ശ്രീ സൽമാൻ ഖുർഷീദ് ആയാലും ശരി, ശ്രീ മനീഷ് തിവാരി ആയാലും ശരി, ഞാൻ പേരെടുത്ത ശ്രീ ജോൺ ബ്രിട്ടാസ് ആയാലും ശരി, ഇവരെല്ലാം ഭാരതീയർ എന്നുള്ള നിലയിൽ പോയി അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കാണും, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, വ്യത്യാസങ്ങൾ കാണും. അതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തെ കുറച്ചും കൂടെ ഭംഗിയുണ്ട് വരുന്നത്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പം, രാഷ്ട്രത്തിന് ഒരു പ്രശ്നം വരുമ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഫീല് അത് ഭൂരിപക്ഷ രാഷ്ട്രീയക്കാർക്കുണ്ട്. പക്ഷെ ചില കുടുംബങ്ങൾക്ക്, ചില ആളുകൾക്ക് അത് ഇല്ലാതെ പോന്നു. അത് ശ്രീ വേണുവിനെ പോലുള്ള വളരെ തികഞ്ഞ ദേശഭക്തരിലുള്ളവർ, മുൻ സൈനികരായിട്ടുള്ള ആളുകൾ, അവരുടെ ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അദ്ദേഹമൊക്കെ എടുക്കുന്ന നിലപാടുകളൊക്കെ ധാരാളം കാര്യത്തിൽ ചിലപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പോലും ആണെങ്കിൽ തന്നെ, പക്ഷെ അവർക്കെല്ലാം ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷനെ മറികടന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മളെ ജനാധിപത്യത്തിൽ നടക്കും. ഇതൊക്കെ ഡെമോക്രസിയുടെ ഒരു കാര്യമാണ്, ഇന്ത്യൻ ഡെമോക്രസിയാണ്, ആ രീതിയിൽ നടക്കും. പക്ഷെ ഞാൻ കാണുന്നത് മൊത്തത്തിൽ പുറം ലോകത്ത് നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജ് നമ്മൾ ഈ ഡെലിഗേറ്റ്സ് വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ എഫക്ട് നമുക്ക് കാണാനുണ്ട്. ഇപ്പൊ ഡോക്ടർ ശശി തരൂരിനെ പോലെ ഒരാള് കൊളംബിയ പോലത്തെ രാജ്യം ആദ്യം പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിച്ച് അവരത് റിട്രീറ്റ് ചെയ്ത് ഭാരതത്തിന് അനുകൂലമായിട്ട് വരികയും, ഇപ്പം ഏതൊക്കെ കൺട്രീസിൽ ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾ പോയിട്ടുണ്ടോ അവിടെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഭാരതത്തിന്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും അതിനൊരു പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് കാണുന്നത്. മറ്റുള്ള ഡിസ്കഷൻസും ഡിഫറൻസസും ഒക്കെ അത് ഇനിയും വരും. ആരെന്ത് പറഞ്ഞു, മറ്റു പണ്ടെന്ത് പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിന്റെ ലേബലിലല്ല നമ്മൾ ഈ പ്രശ്നത്തെ ഒരിക്കലും സമീപിക്കേണ്ടത്. നേരത്തെ കേണൽ ഡിന്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ സേനാപതി വേണു പല വിഷയങ്ങളിലും കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറി ഒരു വിഭിന്ന സ്വരം പറയുന്ന ആളാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ അനിൽകുമാറിലേക്കാണ് പോകുന്നത്. ശ്രീ അനിൽകുമാർ, ഇന്ന് OIC പറഞ്ഞ ഒരു കാര്യമുണ്ട്.
അക്രമത്തെ ന്യായീകരിക്കാൻ മതവിശ്വാസങ്ങളെ കരുവാക്കുകയാണ് പാകിസ്ഥാൻ. ലോകസമാധാനം ഉറപ്പുവരുത്താൻ പാകിസ്ഥാനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യതയാണ്. ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ പാകിസ്ഥാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഫണ്ടിംഗ് തടയേണ്ടതുണ്ട്. ആ രീതിയിൽ FATF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം പാകിസ്ഥാനെ എന്നൊരാവശ്യം ഒവൈസി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയുമാണ്. നേരത്തെ പലതവണ ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ പെട്ടതാണ്. 2008, 2012, പിന്നെ 2018 മുതൽ 2022 വരെ. ഈ ഗ്രേ ലിസ്റ്റിന് പാകിസ്ഥാൻ പുറത്താകുന്ന അവസ്ഥയിലാണ് രാജ്യത്തിങ്ങനെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുകയും പാക് ഭീകരവാദം അങ്ങേയറ്റം ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ലോകസമാധാനം മുൻനിർത്തി ഈ ഗ്രേ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ? നമ്മൾ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കരുതുന്നത് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഉടൻ തന്നെ ഭീകരവാദികൾക്ക് കിട്ടുന്ന മുഴുവൻ സഹായവും അവസാനിക്കും എന്നല്ല. മറിച്ച് ശക്തമായ ഒരു ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് അതിനകത്തുണ്ടാകും. അതായത് പാകിസ്ഥാൻ ഏത് തരത്തിൽ ഫണ്ട് ലഭ്യമായാലും അല്ല അന്തർദേശീയ തലത്തിൽ ശക്തമായൊരു മോണിറ്ററിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മോണിറ്ററിങ്ങിൽ നിന്ന് അല്പമെങ്കിലും പാകിസ്ഥാൻ വ്യതിചലിച്ചാൽ അവരെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിനും അതുവഴി അവർക്കുള്ള ഇത്തരത്തിലുള്ള സഹായങ്ങൾ തടയുന്നതിനും അതൊരു കാരണമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഗ്രേ ലിസ്റ്റ് ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്യണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ മാനുഷികപരമായ കാര്യങ്ങൾക്ക് ലഭിക്കുന്ന, പ്രത്യേകിച്ച് അവിടെ സിവിലിയൻ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലഭ്യമാകുന്നുള്ള ഏത് തരത്തിലുള്ള ധനസഹായത്തിനും ഇന്ത്യ എതിരല്ല. അതിനുപരിയായി അത്തരത്തിൽ നൽകുന്ന ധനസഹായങ്ങൾ ശക്തമായ അന്തർദേശീയ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അതിന് ശക്തമായ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അന്തർദേശീയപരമായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും അതിനകത്ത് ഉൾപ്പെടുത്തി ഒരു നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രഥമമായ ആവശ്യം. ഇപ്പോൾ IMF നൽകിയ ലോണിനെ ഇന്ത്യ എതിർക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഗ്രേ ലിസ്റ്റിന് പുറത്താണ് എന്നുള്ളത് കൊണ്ടാണ്. പുറത്താക്കിയതല്ല, അവരുടെ ടൈം കഴിഞ്ഞു, 2022 വരെ ആയിരുന്നു. അതിനുശേഷം അവർ പുറത്തായി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫണ്ട് നൽകിയാൽ അത്തരം ഒരു മോണിറ്ററിംഗ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ശക്തമായി അതിനെ എതിർത്തത്. അല്ലാതെ പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക ജീവിതത്തിനും അവരുടെ ജനതയ്ക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെയും ഇന്ത്യ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ തന്നെയാണ് ഇന്ത്യക്കും ആഗ്രഹം. കാരണം നമ്മുടെ അയൽ രാജ്യം കൂടുതൽ പട്ടിണിയിലേക്കും വറുതിയിലേക്കും ഭീകരവാദത്തിലേക്കും പോയാൽ അതൊരിക്കലും നമ്മുടെ നിലനിൽപ്പിനും ശരിയായുള്ള ഒന്നായിരിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും പാകിസ്ഥാനെതിരെ പല കാര്യങ്ങളിലും ഇന്ത്യ കണ്ണടയ്ക്കുകയും വർഷങ്ങളോളം ഭീകരവാദം ഇന്ത്യക്കെതിരെ നടത്തിയിട്ടും സിന്ധു നദീജല കരാറുകൾ വഴി ഇന്ത്യ പാകിസ്ഥാന് വേണ്ടുന്ന ജലം നൽകുകയൊക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും നിവർത്തിയില്ലാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഒരു ന്യൂ നോർമൽ കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഇതിനൊക്കെ ബദലായി നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം നോക്കൂ, തൊട്ടടുത്ത് കിടക്കുന്ന പല രാജ്യങ്ങളും, ബംഗ്ലാദേശ് ഇന്ത്യയുമായി വളരെ സൗഹൃദമുണ്ടായിരുന്ന ഒരു രാജ്യം, പാകിസ്ഥാനിനെ നമ്മളെടുത്ത് നോക്കിയാലും 1950കളിൽ നമുക്കവരുമായി ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി അല്ലെങ്കിൽ സൗഹൃദ ഉടമ്പടി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം. അവിടെ നിന്നാണ് പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യക്കെതിരെ ഭീകരവാദത്തിൻ്റെ ഒരു കൂടാരമായി, ഇന്ത്യക്കെതിരെ മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങൾക്കെതിരെയുള്ള ഭീകരവാദത്തിൻ്റെ ഒരു കൂടാരമായി മാറുകയും അവിടേക്ക് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. ഈ ഭീകരവാദികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഗ്രേ ലിസ്റ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഭീകരവാദികൾ പലപ്പോഴും എന്തിനാണ് ഈ ആക്രമണം നടത്തുന്നത്, അല്ലെങ്കിൽ സിവിലിയൻസിനെതിരെ സാധാരണ ജനങ്ങൾക്ക്, ഇപ്പം പഹൽഗാമിൽ നമ്മൾ കണ്ടത് അതാണ്, അവർക്കെതിരെയുള്ള ആക്രമണം നടത്തുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി മറികടന്നുകൊണ്ട് അവിടെയൊക്കെ ആക്രമണം നടത്താൻ കഴിയും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് തരൂ, നിങ്ങൾക്ക് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഭീകരവാദം നടത്താൻ തയ്യാറാണ് എന്ന് പരോക്ഷമായി പല വിഘടന ഗ്രൂപ്പുകളെയും അറിയിക്കുന്ന ഒരു പണിയാണ് ഈ ഭീകരവാദികൾ തുടക്കത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒസാമ ബിൻ ലാദൻ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചപ്പോൾ പോലും പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചു, കാരണം ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആൻഡ് ഫ്രം നോർത്ത് ടു സൗത്ത് അമേരിക്ക ഈസ് അണ്ടർ ഫിയർ എന്നാണ് പറഞ്ഞത്. അമേരിക്ക പേടിയിലാണ്, ഞങ്ങളവരെ പേടിപ്പെടുത്തി. അതായത് ഭീകരവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് ലോക ശ്രദ്ധ നേടുക എന്നുള്ളതാണ്. അതുവഴി
പല സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അവരുടെ സങ്കുചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പണം സ്വരൂപിക്കുകയും ശക്തി ആർജിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ പണ്ട് മുതൽ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ തിക്തഫലം അവർ പിന്നീട് അനുഭവിക്കുകയും ചെയ്തു, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭാരതം ഒരിക്കലും ഒരു തരത്തിലും ഭീകരവാദത്തെ സഹായിച്ചിട്ടുള്ള രാജ്യമല്ല. അതുകൊണ്ടാണ് ഭാരതം പലപ്പോഴും ഇവരെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കക്കൊക്കെ ഇക്കാര്യത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു രണ്ട് തരത്തിലുള്ള മനോഭാവമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇന്ത്യ ഒരു പ്രത്യാക്രമണം, ഭീകരവാദികൾക്കെതിരെ ശക്തമായൊരു നിലപാടെടുക്കുന്ന ഒരു സമയത്ത് ഒരു ബിസിനസ് തന്ത്രത്തോടു കൂടി ഒരു തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് അല്ലെങ്കിൽ ഒരു വിലപേശൽ തന്ത്രമാണ് അമേരിക്ക നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ പോലും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ ആ സമയത്തും ഇന്ത്യ കരുതലോടെ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അതുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ശക്തമായി പറഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധം ഈ കാര്യത്തിൽ തൽക്കാലം വെടിനിർത്തലിന് സമ്മതിച്ചത് അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള പ്രത്യാക്രമണം നിർത്തിവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടല്ല, കൃത്യമായും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത് അത് പാകിസ്ഥാനിൽ നിന്ന് DGMO ഇങ്ങോട്ട് പലതവണ നമ്മളോട് ആവശ്യപ്പെട്ടു ഒരു സമാധാന ചർച്ചയ്ക്ക്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് തങ്ങളത് അംഗീകരിച്ചത്. അല്ലാതെ തങ്ങളുടെ മുകളിൽ യഥാർത്ഥത്തിൽ സമ്മർദ്ദമുണ്ട്, അത് ഇന്ത്യക്ക് മുകളിലല്ല. ഇന്ത്യക്ക് മുകളിൽ ആർക്കാണ് സമ്മർദ്ദം ചെലുത്താനാവുക? കാരണം ഒരു കാര്യത്തിലും ഇവരുടെ ഔദാര്യം പറ്റിക്കൊണ്ടുള്ള ഒരു പ്രത്യാക്രമണമല്ല നമ്മൾ നടത്തിയിട്ടുള്ളത്. വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ പാകിസ്ഥാൻ ഒരു നിമിഷമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ പലരുടെയും ഔദാര്യങ്ങൾ ലഭ്യമായെങ്കിലേ മതിയാവുകയുള്ളൂ. അത് ചൈന മുതൽ തുർക്കി വരെ നമ്മൾ കണ്ടതാണ്. ഈ ഔദാര്യം പറ്റിക്കൊണ്ട് മാത്രമേ പാകിസ്ഥാൻ പോകാൻ കഴിയൂ. അതുകൊണ്ട് ശ്രീ അനിൽകുമാർ പറയുന്നത് പഴയ ഭാരതമല്ല, ഇത് പുതിയ ഇന്ത്യയാണ്, പുതിയ നോർമലാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത് എന്ന്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഈ അൽ-ഖായ്ദയും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഇന്ന് ഒവൈസി പറയുകയാണ്. സഹ മുസ്ലിങ്ങളെ പോലും കാഫിറുകളായി കാണുകയും അവരെ വകവരുത്തുകയും ചെയ്യുന്ന തക്ഫീരിസത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് പാകിസ്ഥാന്റെ ഒരു ഭീകരത എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയല്ലേ ഒവൈസിയുടെ വാക്കുകളെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്? തീർച്ചയായിട്ടും അതെ. എനിക്ക് തോന്നുന്നു സം ഡിസ്റ്റർബൻസസ് ആർ ദേർ ഇൻ ദ ലൈൻ. നിങ്ങൾ സംസാരിക്കുന്നത്, അതായത് നമ്മുടെ ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കേണൽ സാറ് പറഞ്ഞൊന്നും എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു എന്തോ ഡിസ്റ്റർബൻസ് ആ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് വിചാരിക്കട്ടെ. വ്യക്തമാണല്ലോ. ഏതെങ്കിലും വിധത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം സർ. അതല്ല ഞാൻ പറഞ്ഞത്, അവിടെയുള്ള ശബ്ദം എനിക്ക് ശരിക്കും കേൾക്കുന്നില്ലെന്നാണ്. ഇപ്പൊ കേൾക്കാം, എങ്കിലും ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാമോ? ശരി, കേൾക്കാം, പറഞ്ഞോളൂ. ശരി, ഇവിടെ ഒരു ചെറിയ കറക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. നമ്മളിവിടെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യം അത്യന്തം അപലപനീയമായ ഒരു ഭീകരാക്രമണം നേരിട്ടതിന്റെ തിരിച്ചടി കൊടുത്തതും അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെ MP-മാരെ കൊണ്ട് ഡെലിഗേഷൻ ഉണ്ടാക്കിയിട്ട് അത് വിദേശ രാജ്യങ്ങളിൽ പറഞ്ഞയക്കുകയും ചെയ്ത വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ ശശി തരൂരിന്റെയും അതുപോലെ ഒവൈസിയുടെയും മഹിമയെടുത്ത് പറയുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അവിടെ കോൺഗ്രസിനെ ബാഷ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അത് സാന്ദർഭികമായിട്ട് വന്നതാണ്. പക്ഷെ അതിലൊരു ചെറിയ തിരുത്തുള്ളത്, നമ്മുടെ ജയറാം രമേശ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൊടുത്ത ലിസ്റ്റിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും വക്താവും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് അത് ഇക്കണോമിക് ടൈംസിൽ വന്നൊരു വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. അതായത് ഇക്കണോമിക് ടൈംസ് ഡേറ്റഡ് 17th May 2025, മെയ് 17 വന്ന വാർത്തയാണ്. Congress General Secretary Jairam Ramesh on Saturday said that the Indian National Congress has submitted names of 4 MPs for the government's proposed delegations to foreign countries to explain India's stance on terrorism emanating from Pakistan. ഇതില് അദ്ദേഹം എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു സംഗതി, ജയറാം രമേശ് തന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ എക്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, അതിൽ ശ്രീ ആനന്ദ് ശർമ്മ ഫോമർ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ശ്രീ ഗൗരവ് ഗൊഗോയി ഡെപ്യൂട്ടി ലീഡർ INC ലോക്സഭ, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ രാജ്യസഭ MP, ശ്രീ രാജ ബ്രാർ MP ലോക്സഭ, ഈ 4 പേരുടെ പേര് മാത്രമാണ് മെയ് 17, 2025 കൊടുത്തിരുന്നത്. നേരത്തെ നമ്മുടെ സേനാപതി വേണു സാർ പറഞ്ഞു ശശി തരൂരിനെ കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന്.
പക്ഷെ 17th May 2025 ജയറാം രമേശിന്റെ എക്സിലെ പിന്നെ പങ്കുവെച്ചത് കൃത്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശശി തരൂർ അതിലുണ്ടായിരുന്നില്ല എന്നാണ്. പിന്നീടാണ് ശശി തരൂരിനെ അതിലേക്ക് അതിൽ ഈ ഇക്കണോമിക് ടൈംസ് എഴുതിയിരിക്കുന്നത്, curiously the name of Thiruvananthapuram MP Dr. Shashi Tharoor is missing from the list that Jairam Ramesh says the Congress submitted to the Parliamentary Affairs Minister. ഇന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, ആദ്യത്തെ പര്യാലോചനയിൽ ശശി തരൂരിന്റെ പേര് പോലും ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തിരുവനന്തപുരത്ത് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ BJP പ്രവർത്തകർ അദ്ദേഹത്തെ മാക്സിമം അപഹസിക്കുകയും തെറി വിളിക്കുകയും ചെയ്തു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന് പുറത്തു പോയിട്ട് UK-ലും US-ലും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എന്താണ്? മോദിയെ പറഞ്ഞത് എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്, രാഷ്ട്രീയത്തിൽ അങ്ങനെ, പക്ഷെ രാജ്യത്തിന് പുറത്തു പോയിട്ട് ഇങ്ങനെ ഒരു അപമര്യാദ കാണിച്ച് രാഹുൽ ഗാന്ധി മാത്രമാണ്. രാജ്യത്തിനകത്ത് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ഓപ്പോസിഷനെ പറയും, ഓപ്പോസിഷൻ പിണറായി വിജയനെ പറയും, BJP നേതാക്കന്മാർ തിരിച്ചും പറയും. അങ്ങനെ പല രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഒരു രാജ്യത്തിന് പുറത്തു പോയിട്ട് രാജ്യത്തെ അപമാനിക്കും വിധം സംസാരിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസിന്റെ. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ രാജ്യ താല്പര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ നഷ്ടത്തിലോ നാശത്തിലോ യാതൊരു ദുഃഖവും എനിക്കില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നിട്ടേ ഇല്ല, മനസ്സുകൊണ്ട് ഒരിക്കലും കോൺഗ്രസിനെ അംഗീകരിച്ചിട്ടില്ല. സ്വയം ഭാരതരത്ന എഴുതിയെടുത്ത നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും പാർട്ടി എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടി മാത്രമാണത്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിച്ച രാഷ്ട്രീയമല്ല, നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ രാജ്യം ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചില്ലെന്ന് മാത്രമല്ല, ശശി തരൂരിന്റെ പേര് മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു എന്നത് ഗൗരവതരമായ കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അൽ ഖ്വായിദ എന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ വിളനിലമായി വർത്തിച്ചതും പാകിസ്ഥാനാണ്. കാരണം ഇത് അഫ്ഗാനിസ്ഥാനിലൂടെ കടന്നുകൂടി റഷ്യൻ മിലിറ്ററി കോപ്പുകൾ, യുദ്ധക്കോപ്പുകൾ മോഷ്ടിച്ചുകൊണ്ട് തുടങ്ങിയതാണ് അവരുടെ ചരിത്രം, അൽ ഖ്വായിദയുടെ ചരിത്രം. അൽ ഖ്വായിദ എന്ന് പറയുന്നത് ഇൻഫിൽട്രേറ്റേഴ്സ് ആണ്, തുടങ്ങുന്ന എല്ലാം ഗ്രൗണ്ട് ടെററിസ്റ്റ് ഓപ്പറേഷൻ ആണ് തുടങ്ങുന്നത്. അങ്ങനെ കസാഖിസ്ഥാൻ വഴിയും മറ്റും ഇവർ നടത്തിയ ഭീകര പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയ കൊള്ളയടിച്ച സമ്പത്താണ്. പിന്നീട് ഇവരെ രാഷ്ട്രീയ, അല്ലെങ്കിൽ ഇന്ന പാകിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും അവർ വളരുകയും ചെയ്തതാണ്. ഒടുവിൽ ബിൻ ലാദൻ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? പാകിസ്ഥാന്റെ എയർബേസിന് അടുത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ എന്നും ഭീകരവാദികളുടെ അവരെ മുലയൂട്ടുന്ന സൂകര മാതാവാണ്. ഭീകരവാദികളെ മുലയൂട്ടി വളർത്തുന്ന സൂകര മാതാവാണ്. സൂകർ എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പന്നികളെ, ഈ കാട്ടുപന്നികളെ, മറ്റുള്ളവരെ ചിന്തയില്ലാതെ ആക്രമിക്കുകയും അങ്ങനെ ആക്രമിച്ചു കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന മൂഢജനങ്ങളെ, ഈ സൂകരന്മാരെ, ഇവർ ഭീകരന്മാർ മാത്രമല്ല സൂകരന്മാരുമാണ്. ഈ ഭീകരന്മാരാണ് ഇവിടെ നമ്മുടെ പഹൽഗാമിൽ വന്നിട്ട് നിങ്ങൾ കരിമ ചൊല്ലൂ, അറിയില്ല, ഉടനെ വെടിവെച്ചില്ല പുരുഷന്മാരെ. അതിൽ കരഞ്ഞുകൊണ്ട് നെഞ്ചുകൂട്ടി ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൊന്നിട്ട് എന്നെ മാത്രം ബാക്കിയാക്കരുത്, എനിക്ക് ജീവിച്ചിട്ട് കാര്യം, എന്നെയും കൊല്ലൂന്ന് അലറി വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ മോദിയോട് പറയാൻ. അവർ മോദിയോട് പറഞ്ഞു. മോദി അത് കേട്ടു. അതിശക്തമായിട്ട് പാകിസ്ഥാൻ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി ഈ ഒരു ഹിറ്റ് ബാക്കിൽ, ഒരു റിറ്റാലിയേഷനിൽ അനുഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും സംശയമുണ്ട്, ശരിക്കും മോദി അടിച്ചോ, മോദി ശരിക്കും അടിച്ചിരിക്കാൻ വഴിയില്ല, പാകിസ്ഥാനാണ് ജയിച്ചത് എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട് നാട്ടില്. എനിക്ക് അറിയുന്ന ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ അവരോടൊന്നും മറുപടി വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു ഡിസൈസീവ് വിക്ടറിയാണ്. കാരണം നമ്മുടെ ജനതയെ അകത്ത് കടന്ന്, ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് വന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ കശ്മീരിൽ, പഹൽഗാമിൽ ചെന്നുകൊണ്ട് ഒരു ഭീകരാക്രമണം നടത്താൻ ഇനി ഏതെങ്കിലും ഒരു സൂകരവാദി ശ്രമിച്ചാൽ അവന്റെയും അവനെ പറഞ്ഞു വിട്ടവരുടെയും അന്തഃപുരങ്ങളിൽ കടന്ന് നമ്മൾ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് രാജ്യത്തിന്റെ സേന, ലോകരാജ്യങ്ങളിൽ വെച്ച് ഭാരതത്തിന്റെ സേനയുടെ പ്രത്യേകത, ഭാരതത്തിന്റെ സേന കാക്കുന്നത് കേവലം ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഒരു സംസ്കാരം കൂടിയാണ്. ലോകത്തേക്ക് മുഴുവൻ വെളിച്ചം വിതറിയ ഒരു സംസ്കാരത്തെ കാക്കുന്ന സേനയും കൂടിയാണ് ഭാരതത്തിന്റെ സേന. അപ്പൊ മതങ്ങൾക്ക് മാതാവ്, വിവേകാനന്ദ സ്വാമിയുടെ വാക്ക് പറഞ്ഞാൽ മദർ ഓഫ് ഓൾ റിലിജൻസ്, മതങ്ങൾക്ക് മാതാവായി സനാതന ധർമ്മം അതിന്റെ
ഭദ്രദീപം തെളിച്ചു വെച്ചിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തെ കൂടി കാക്കുന്ന സേനയാണ് ഭാരതത്തിന്റെ സേന. ആ സേന നിങ്ങൾ പറയുന്ന പോലെ ലോക സമസ്ത സുഖിനോ ഭവനവും ജീവിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഗാന്ധിയൻ നയം എന്താണ്, ആരെയും ഉപദ്രവിക്കേണ്ട, ആരെയും കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ എങ്ങനെ തടുക്കും? 2011 അതായത് 26 നവംബർ 11 അറ്റാക്ക്, മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്, അതിൽ എന്ത് റിറ്റാലിയേഷൻ ആണ് ഇന്ത്യ കൊടുത്തത്? സാജിദ് മീറൊക്കെ അവിടെ സുഖമായിട്ട് വാസിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൈനാൻഷ്യൽ എംബസൽമെന്റിന്റെ പേരിലാണ്. അങ്ങനെ ഒരു തരത്തിലും ശക്തി തെളിയിക്കാൻ സാധിക്കാതെ ദുർബലമായി രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ വിട്ടുകൊടുത്തു നിന്നുകൊണ്ടിരുന്ന ഒരു, അപ്പൊ അദ്ദേഹം കാണ്ഡഹാറിന്റെ കാര്യം പറയും കേട്ടോ, അത് ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞിട്ട് അതിന് മറുപടി പറയാം. അപ്പോ ഇങ്ങനെയുള്ള ഭീകരവാദികളെ പോറ്റമ്മയും പെറ്റമ്മയും പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഇവരെല്ലാം ഒന്നിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജാനുവരി 17, 2025 ഈ ബാംഗ്ലാദേശിന്റെ മിലിറ്ററി ചീഫ് പാകിസ്ഥാനിൽ ചെന്നിട്ട് പിന്നെ അവിടുത്തെ മിലിറ്ററി ചീഫിനെ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്കെല്ലാം ഒരേ, വി ആർ ബ്രദേഴ്സ്, വി ഷെയർ എ കോമൺ ബ്രദർഹുഡ്. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് കോമൺ ബ്രദർഹുഡ്? ദാറ്റ് കോമൺ ബ്രദർഹുഡ് ഇസ് നത്തിങ് ബട്ട് ദെയർ റിലിജൻ. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. മതത്തിന്റെ പേരിൽ മാത്രം സാഹോദര്യം നിർണയിക്കുന്ന അന്ധമായ ഈ ചിന്ത കൊണ്ടല്ലേ ഈ തീവ്രവാദികളോ ഭീകരവാദികളോ വന്നിട്ട് നിങ്ങളുടെ മതം എന്താണ്, കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ചു കൊല്ലുന്നു. അപ്പൊ ഇതിന് ശക്തമായൊരു മറുപടി കൊടുക്കുക എന്നുള്ളത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഒവൈസി അടക്കമുള്ള എല്ലാവർക്കും ഒരുപാട് ബാധകമാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിൽ ഇപ്പോൾ വേറിട്ട സ്വരങ്ങൾ കേൾക്കുകയാണ്. ഇതിനു മുൻപ് പുൽവാമയിലുണ്ടായ അറ്റാക്കിന് നമ്മൾ മറുപടി കൊടുത്തു, സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അപ്പോഴും നിത്യ ജലദോഷിയായ ഡൽഹിയിലെ അന്നത്തെ CM നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ എന്താ പറഞ്ഞത്? വി നീഡ് പ്രൂഫ്, ഞങ്ങൾക്ക് തെളിവ് വേണം. എന്തിന്റെ തെളിവാ വേണ്ടത്? രാജ്യം ശത്രു രാജ്യമായ അല്ലെങ്കിൽ ഭീകരവാദികളുടെ സൂകരമായ പാകിസ്ഥാനെ ആക്രമിച്ചതിന് തെളിവ് ചോദിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഈ അരവിന്ദ് കെജ്രിവാളും. രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള സൂഡോ കവേർഡ് റയറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക കർഷക സമരത്തിന്റെ പേര്. ആരാണ് കർഷക സമരത്തിന് വരുന്നവർ? കർഷക സമരത്തിന് വരുന്നവരെല്ലാം ബെൻസിന്റെ S-ക്ലാസ് വാഹനത്തിലും ഹമ്മറിലും ഒക്കെയാണ് വരുന്നത്. ആർ ദേ റിയൽ പെസൻസ്? ആർ ദേ ഫാമേഴ്സ്? നോ. ഇവർ മണ്ഡി ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള നടുവിൽ നിൽക്കുന്ന ഇടനിലക്കാരുടെ സമരമായിരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ സുസ്ഥിരതയെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി വിദ്യാസാഗർ ഗുരുമൂർത്തി, ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി കലാപം അഴിച്ചുവിട്ടുകൊണ്ട് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചതുപോലെ ഈ കർഷക സമരത്തിലൂടെ രാജ്യത്ത് ഒരു അസ്ഥിരത പടർത്താനാണ് ഇവിടെ ശ്രമമുണ്ടായത്. അതിന് മുന്നിട്ട് നിന്നത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുലാണ് എന്ന് പറയുമ്പോഴാണ് വലിയൊരു വിരോധാഭാസം നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടത്. ശ്രീ സേനാപതി വേണു, രാഷ്ട്രവിരുദ്ധത കോൺഗ്രസിന്റെ മുഖമുദ്രയായി മാറുന്നു എന്ന വിമർശനം കുറേ നാളുകളായി ഉള്ളതാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുറിവുണങ്ങും മുമ്പേ 2 വർഷത്തിന് ശേഷം പാകിസ്ഥാന് ഫ്ലഡ് റിലീഫായി 250 കോടി പ്രഖ്യാപിച്ച സർക്കാരാണ് അന്ന് രാജ്യം ഭരിച്ചത്. അന്ന് പാർലമെന്റിൽ പ്രസ്താവനയുണ്ടായിരുന്നു, ഫ്ലഡ് റിലീഫായി 250 കോടി രൂപ പാകിസ്ഥാന് നൽകുന്നുവെന്ന്. അന്ന് അജ്മൽ കസബിനെ തൂക്കിലേറ്റിയിട്ടില്ല. പാകിസ്ഥാൻ ഈ ഭീകരതയുടെ ഈറ്റില്ലമാണ് എന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. ഈ സമയത്താണ് അന്നത്തെ UPA സർക്കാർ 250 കോടി ഫ്ലഡ് റിലീഫ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഓരോ സംഭവവും രാജ്യത്തുണ്ടാകുമ്പോഴും രാജ്യം തിരിച്ചടി നൽകുമ്പോൾ ഇതിന് തെളിവെവിടെ എന്ന് ചോദിക്കുകയാണ് കോൺഗ്രസ്. പവൻ ഖേര ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്രത്തോളം ഈ രാജ്യത്തെ സംവിധാനത്തെ അപമാനപ്പെടുത്തിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്ര രാഷ്ട്രവിരുദ്ധത കോൺഗ്രസ് പാർട്ടിക്ക് വന്നു ചേരുന്നത്? ഈ രാഷ്ട്രവിരുദ്ധത എന്നുള്ള വാക്കുകൾ ഗുരുമൂർത്തിയെ പോലുള്ള ഈ വിഷമനസ്സുകളിൽ നിന്ന് ബഹിർഗമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ രാജ്യം 58 കൊല്ലം ഭരിച്ചവരാണ്. ഇന്ത്യയുടെ മിലിറ്ററിയുടെ ചരിത്രം 2014 തുടങ്ങിയത്. കേണൽ ഡിന്നി ഇവിടെ ഇരിക്കുന്നു. എത്രയോ സർജിക്കൽ സ്ട്രൈക്കുകൾ, ഒരുപക്ഷെ അദ്ദേഹം നേതൃത്വം കൊടുത്ത രാജ്പൂത്ത് റെജിമെന്റ്, രജപുത്രരാണ്, യുദ്ധം ചെയ്യുന്ന ആളുകളെയാണല്ലോ രജപുത്രർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു റെജിമെന്റിന് നേതൃത്വം കൊടുത്ത നമുക്കൊന്ന് പോകണം. ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ സൈനികരെ വിട്ടുകൊടുക്കുകയും
നമ്മുടെ 54 ഞാൻ അതിന്റെ കാര്യം പറയാം. പാകിസ്ഥാന്റെ ജയിലിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് രാജ്യത്തിന്റെ ചരിത്രം. ഞാൻ അതിന് മറുപടി അത് കൂടുതൽ വിശദീകരിക്കണ്ട. ഞാൻ പറയാം, ഈ 54 സൈനികർ മിസ്സിംഗ് ആണെന്നും അവർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരം 91,000 സൈനികരെ മോചിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് അറിവില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ അറിവ് ദേ ആർ ഓൺലി മിസ്സിംഗ്. അവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൂ. അവർ സർക്കാരിന്റെ പരാജയമല്ലേ? പാകിസ്ഥാൻ വളരെ കൃത്യമായി 93,000 തടവുകാരെ ഭാരതത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട് കൊണ്ടുപോയില്ലേ? 93,000 പേർ. 54 ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കഴിയാത്ത സംവിധാനമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കീഴിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് വേണ്ട. BJP-ക്കാരുടെ പ്രചരണം അല്ല, നീലിമ അറിയണം. ആ സമയത്ത് ഇന്ത്യയുടെ 54 സൈനികർ BJP-യുടെ പ്രതികരണമാണ്. നമ്മുടെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വസ്തുതയാണത്. പ്ലീസ്, ആ സമയത്ത് 54 സൈനികർ, മിസ്സിംഗ് സൈനികർ മാത്രമേ ഉള്ളൂ. ഒരു പാകിസ്ഥാന്റെ കയ്യിൽ പ്രിസണർ ഓഫ് വാർ എന്ന് ഒരു കണക്കില്ല. അത് 2 കൊല്ലത്തിന് ശേഷമാണ് അവർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത്. ബനാസ് എന്താ പറഞ്ഞ സുൽഫിക്കർ അലി ഭൂട്ടോ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോ അദ്ദേഹമാണ് ഒരു വാർത്ത പുറത്തുവിടുന്നത്. ആ റാവൽപിണ്ടിയിലെ ഒരു ജയിലിൽ അദ്ദേഹത്തെ പാർപ്പിച്ചപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഭീകരമായ ഭയാനകമായ കരച്ചിൽ കേൾക്കുന്നു. എവിടെയുണ്ടെന്നോ അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരമോ അന്ന് കുടുംബാംഗങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല. അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നുകൊണ്ടാണ് കേണൽ ഡിന്നി സാറിന് ഇക്കാര്യത്തിൽ ഒരു ഇത് കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. ഇത് BJP-യുടെ പ്രചാരണമാണോ? നോക്കൂ, ഞാൻ അഗൈൻ പറയാൻ നോക്കൂ, ഇതിനകത്ത് ഈ 54 നമ്മളൊരു മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ രാജ്യത്തെ ഒരു സൈനികൻ അത് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ ഇപ്പം ഭുട്ടോ തന്നെ പറയുകയാണ്, ഞാൻ ജയിലിൽ കിടന്നപ്പം തൊട്ടടുത്ത മുറിയിൽ നിന്ന് രാത്രി കരച്ചിലുകൾ കേൾക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സൈന്യത്തിന്റെ ഒരു വ്യക്തിയാണ്. നമ്മളെക്കാട്ടിയും എന്നെക്കാട്ടിയും ശ്രീ വേണുകാട്ടിയൊക്കെ മുമ്പ് സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് പലരും പൈലറ്റ്സ് ആയിരുന്നു. ആ പൈലറ്റ്സിന് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ കീഴിലുണ്ടായിരുന്നു. അപ്പം 71 യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ ശ്രീ വേണു പറയുന്ന ആ ഒരു കാര്യത്തിലോട്ട് ശരിയാണ്. നമ്മൾ ആ സമയത്ത് മിസ്സിംഗ് ആണെന്ന് മാത്രമാണെങ്കിൽ തന്നെയും 2 വർഷം കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും നമുക്ക് അന്ന് വേണമെങ്കിൽ അവരെ തിരിച്ചയക്കാം. നോക്കൂ, ഇപ്പൊ നമ്മൾ ഈ സിന്ധു നദി കരാർ റദ്ദാക്കി. നമ്മൾ എന്തുകൊണ്ട് നമ്മളെ ഈ 54 പേരെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ നടപടി നമ്മൾ എടുത്തില്ല? എന്തുകൊണ്ട് നമ്മൾ ഈ ശക്തമായിട്ട് തന്നെ മറ്റു പല ഫോറംസിലൊക്കെ നമ്മൾ ആ കാര്യം കൊണ്ടുവന്നില്ല? അപ്പൊ ഇതിനകത്ത് അഗെയിൻ ഞാൻ രാഷ്ട്രീയം കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സൈനികരാണ്, നമ്മളെ ആളുകളാണ്. അവരവിടെ പോയിരുന്നു, വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ളതാണ്. ഞാൻ ആരുടെയും പേരെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഓഫ് ദ ഡേ, അന്നത്തെ ഗവൺമെന്റ് ഓഫ് ദ ഡേ വേണ്ട നടപടികൾ എടുത്തില്ല. എടുത്തിരുന്നെങ്കിൽ ആ പലരും അത് കഴിഞ്ഞിട്ട് പല ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഈ ജയിലുകളിൽ പോയി അവരവിടെ ഫേക്ക് ആയിട്ടുള്ള രജിസ്റ്റർ കാണിച്ച് അങ്ങനത്തെ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞ് വന്നു. ഇന്ന് ആ 54 പേരിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പോന്ന് പോലും അറിയത്തില്ല. കാരണം അവരുടെ പേരിൽ ഇന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് എനിക്ക് രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹമില്ല. കാരണം അവരെ ഇന്ത്യ എന്നുള്ള രാജ്യം അത് ആ സമയത്ത് ഭരിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അവരെ മറന്നു, നമ്മൾ അവർക്ക് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്ന് തന്നെ ഒരു മുൻ സൈനികൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയേണ്ടി വരും. അതാണ് സത്യം, ചരിത്ര വസ്തുത അതാണ്. ആ ചരിത്ര വസ്തുതകളാണ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഒരു സെക്കൻഡ് തന്നാൽ മതി. ഈ സൈനികര് പാകിസ്ഥാൻ ജയിലിലുണ്ടെന്ന് പാകിസ്ഥാൻ ഒരു കാലത്തും സമ്മതിച്ചിട്ടില്ല, ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല. അവരുടെ ബന്ധുക്കൾ 2 വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവരൊരിക്കലും സമ്മതിക്കത്തില്ലല്ലോ അത്. ശ്രീ വേണു അതൊരിക്കലും സമ്മതിക്കത്തില്ലല്ലോ. 1971 അവർ തോറ്റിട്ടില്ല എന്ന് പറയുന്ന ഒരു രാജ്യം എങ്ങനെയാണ് നമ്മളെ സൈനികർ അവരെ നിൽക്കുന്നത്? അവരൊരിക്കലും അവരെ ഒറ്റ ഭാഷ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അത് സ്ട്രെങ്ത്തിന്റെ ഭാഷ, ശക്തിയുടെ ഭാഷ. കൈ പിടിച്ച് ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർ നേരിട്ട് പെരുമാറൂ. ആ ട്വിസ്റ്റ് ചെയ്താൽ മാത്രമേ അവർ പെരുമാറൂ. അങ്ങനെയാണ് നമ്മൾ 71 ചെയ്തത്, അങ്ങനെയാണ് 65 ചെയ്തത്, അങ്ങനെയാണ് 99 ചെയ്തത്, അങ്ങനെയാണ് പുൽവാമ
കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ഇപ്പൊ പഹൽഗാം കഴിഞ്ഞു. ആ ഭാഷ മാത്രമേ പാകിസ്ഥാൻ അറിയൂ. അതിന്റെ ഭാഷയാണ് ഈ സിന്ധു നദി കരാർ നമ്മൾ റദ്ദ് ചെയ്തുള്ള അല്ലെങ്കിൽ സെറ്റ് ഇൻ അബാൻസ് ചെയ്ത് ആ ഭാഷ നമ്മൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ഉള്ള ശേഷിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. പക്ഷെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ട് പോലും നമുക്ക് ആ 54 പേർക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ളത് എടുത്തില്ല എന്ന് ഒരു മുൻ സൈനികമായിട്ടുള്ള ശ്രീ വേണു സമ്മതിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, 4 പതിറ്റാണ്ടിനിടെ 20,000-ലേറെ ഭാരതീയരാണ് പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ അങ്ങേയറ്റം സഹികെട്ട ഒരവസ്ഥയിലാണ് സിന്ധു നദീജല കരാറൊക്കെ ഇങ്ങനെ മരവിപ്പിച്ച് നിർത്തുന്ന, റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പോഴും നമ്മുടെ രാജ്യത്തെ ചിലർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായി ഇപ്പോൾ നിൽക്കുകയാണ്. വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പാല നഷ്ടപ്പെട്ട ഭൂതത്തിന്റെ അവസ്ഥയാണ് കോൺഗ്രസിന്. ഭരണം നഷ്ടപ്പെട്ട ശേഷം പറയുന്നതിന് യാതൊരു വെളിപാടുമില്ല. ഭാരതത്തിന് പുറത്ത് UK-യിലും US-ലും പോയിട്ട് വിക്കിലീക്സ് ജൂലിയൻ അസൈഞ്ചിന്റെ വിക്കിലീക്സിൽ പറഞ്ഞാണല്ലോ ഹിന്ദു ടെററിസം എന്ന വാക്ക് കോയിൻ ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ അപ്പൊ ആ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ രാജ്യത്തിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പുറത്തു പോയിട്ട് ഈ രാജ്യത്തിന്റെ ഹിന്ദു ടെററിസമാണ് ഏറ്റവും വലിയ മെനസ് എന്ന് പറയണമെങ്കിൽ അത്രത്തോളം ഹിന്ദു വിരുദ്ധതയുള്ള ഒരു മനുഷ്യനെ, ഒരു അഭിമാനമുള്ള ഹിന്ദു എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും ഒരു നേതാവായി അംഗീകരിക്കാൻ സാധിക്കില്ല. എനിക്കെന്ന് മാത്രമല്ല, ജനസാമാന്യത്തിന് ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അത്രയും നിരുത്തരവാദമായി പെരുമാറുന്ന ഒരു എന്താ പറയുക, സ്കൂൾ വിദ്യാർത്ഥിയോട് അത്ര പോലും രാജ്യബോധമില്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹവും പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ അന്ധത ബാധിച്ചിട്ട് മോദി എന്ത് ചെയ്താലും BJP എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളൊരു വളരെ വൃത്തികെട്ട നയമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോ ശശി തരൂരിനെ പോലെ സമർത്ഥരായ വിദ്യാസമ്പന്നരായ ആളുകളെ അവർ തന്നെ പുച്ഛിക്കുന്നു. നമുക്കറിയാലോ, അവരുടെ അവരുടെ പാർട്ടിക്ക് അകത്ത് AICC പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്നപ്പോൾ നടന്ന കളികളൊക്കെ നമുക്കറിയാം. ശശി തരൂർ എത്രത്തോളം അപമാനിതരായി നമുക്കറിയാം. അപ്പൊ അവരിപ്പോ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ തെറി വിളിച്ചു എന്നുള്ള പറയുന്നതിനേക്കാൾ ഉപരി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പോലും നിൽക്കളിയില്ലാതിരിക്കുകയാണ് ശശി തരൂർ. ഞാൻ ആശിക്കുന്നത് ശശി തരൂരിനെ പോലെയുള്ള സമർത്ഥരായ ആളുകൾ നാളെ നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റായി വന്നാലും ഫോറിൻ മിനിസ്റ്ററായി വന്നാലും HRD മിനിസ്റ്ററായി വന്നാലും അത്ഭുതപ്പെടാനില്ല. എനിക്ക് എന്തുകൊണ്ടാണ് മുമ്പൊക്കെ ഞാൻ കോൺഗ്രസിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. കാരണം പതനമുറപ്പായ മരണമുറപ്പായ അരനാഴിക നേരത്തിന് കാത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പാകിസ്ഥാൻ ഭീകരരുടെ സുഖവാസ കേന്ദ്രമാണ്. പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തേണ്ടേ എന്ന ചോദ്യമാണ് ജനൻ ഡിബേറ്റ് മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.